പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ അസാധാരണമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഇത്. ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കുകയോ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ധരിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ മധു ആണ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, മാഷൊരിക്കൽ അവിടെ വരണം, സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വരാമെന്നും പറഞ്ഞു. പിന്നീട് കുറച്ച് 1-2 മാസം മുമ്പ് ആണ് ഇങ്ങനെ ഈ ദിവസങ്ങളാണ് എന്ന് പറയുകയും തമ്മിൽ ആലോചിച്ച് ഇങ്ങനെ ഒരു ദിവസം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് വേറൊരു നിലയിൽ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. നിശ്ചയമായിട്ടും ഒരുപാട് യാത്രയുണ്ട്. വാസ്തവത്തിൽ ഓരോ ദിവസവും 5-6 മണിക്കൂർ യാത്ര ചെയ്യുക, ഏതെങ്കിലും കവലയ്ക്ക് നിന്ന് പ്രസംഗിക്കുക, രാത്രി എപ്പോഴെങ്കിലും വീട്ടിൽ ചെന്ന് കയറുക, അങ്ങനെ കഴിഞ്ഞ 30 വർഷത്തോളമായി. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ കണക്കൂട്ടി നോക്കി, 30 വർഷം പ്രസംഗിക്കാനും യാത്ര ചെയ്യാനും ചെലവാക്കിയ സമയം എടുത്താൽ അതെത്രയുണ്ടാവും? അപ്പോൾ ഒരു 4-5 കൊല്ലം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾക്ക് സവിശേഷതകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, കലയെക്കുറിച്ചോ കലയുടെ അനുഭവ ലോകത്തെക്കുറിച്ചോ പൊതുവെ ഒരു മതിപ്പുള്ള കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. മതിപ്പ് എന്ന് ഞാൻ പറയുന്നത് വില മതിക്കുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ അതിനൊരു മൂലധനപരമായ ഒരു മതിപ്പില്ല എന്നല്ല, മറിച്ച് കലയ്ക്ക് ഒരു സാമൂഹികമായ അർത്ഥമുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നെല്ലാമുള്ള നിലയിൽ അതിനെ ഗൗരവപൂർവം കാണാൻ പൊതുവെ സന്നദ്ധമല്ലാത്തൊരു കാലമാണ് നമ്മുടേത്. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ പൂർണ്ണമായ പരിഗണനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അത് കുറഞ്ഞു വരികയും കല തന്നെ ഉപയോഗ്യതയുടെ ഒരു ഘടകമാണ് എന്നതിനപ്പുറം കാണാൻ പൊതുവെ സന്നദ്ധമല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് കലയെ മുൻനിർത്തി ഒരാഴ്ച കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഒത്തുചേരലും പലതരത്തിലുള്ള ആവിഷ്കാരങ്ങളും കലയുടെ ഒരു അനുഭവ ലോകത്തെ നിലനിർത്താനുള്ള ശ്രമവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് കല നമ്മളെ രസിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. കലയെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഏറ്റവും ഉപരിപ്ലവമായൊരു ധാരണയാണ് കല നമ്മെ രസിപ്പിക്കുന്നു എന്നത്. കല രസിപ്പിക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും. ആസ്വാദ്യതയുടെ, രസനീയതയുടെ ഒരു അംശമില്ലെങ്കിൽ പിന്നെ കലാവസ്തു നിലനിൽക്കില്ല. പക്ഷേ അതിനപ്പുറത്ത് അതിന് വലിയ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പൊതുവെ മനസ്സിലാക്കുകയോ മാനിക്കുകയോ ചെയ്യാറില്ല. ഈ രസനീയതയെയും അതിൻ്റെ ആസ്വാദ്യതയെയും തന്നെയാണ് പൊതുവെ നാം അതിനെ വിലമതിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ടും പൊതുവെ പരിഗണിച്ചു പോരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കലാചിന്തകന്മാരിൽ ഒരാള്, കേരളം അക്കാലത്തൊന്നും കാര്യമായിട്ട് വകവച്ചിട്ടേ ഇല്ലാത്ത കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹമാണ് 30കളിൽ നവീന ചിത്രകല എന്ന പേരിൽ പിൽക്കാലത്ത് പുസ്തകമായിട്ട് വന്ന പല പ്രബന്ധങ്ങളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും മറ്റു പലയിടങ്ങളിലും ഒക്കെ ആയിട്ട് എഴുതിയത്. ആ ലേഖനങ്ങളൊക്കെ എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം സമദർശി എന്ന പേരായ ഒരു പത്രത്തിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1922 മുതൽ ഒരു 4 വർഷക്കാലം. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ അന്നത്തെ ഏറ്റവും പ്രക്ഷോഭകാരികളായ, വിപ്ലവകാരികളായ യുവാക്കളുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ പേര് തിരുവിതാംകൂർ യൂത്ത് ലീഗ് എന്നാണ്. അതിൻ്റെ വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതിൽ അധ്യക്ഷനായിട്ട് പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട ആരെയും കിട്ടാതെ വന്ന സമയത്താണ് അവർ കേസരിയെ സമീപിക്കുന്നത്. കേസരി അന്ന് അഭിഭാഷക ജോലിയും സർക്കാർ കോളേജിലെ അധ്യാപക ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് പത്രാധിപരായിരിക്കുന്ന കാലമാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് കേസരി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സന്ദർഭത്തിൽ. അദ്ദേഹം പറഞ്ഞത്, യുവാക്കളായ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് വിജ്ഞാനം ആർജിക്കുന്നത് പോലെ തന്നെ സൗന്ദര്യാത്മക വിഷയങ്ങളെക്കുറിച്ചും വിജ്ഞാനമുള്ളവരായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു വാക്യം പറയാൻ കൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. കാരണം സൗന്ദര്യാത്മകത എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നും
യാതൊരു ഉപയോഗമില്ലാത്ത കാര്യമാണ് എന്നും മൂല്യമില്ലാത്തതെന്നല്ല, സാമൂഹികമായ പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ള ഒരു പൊതുബോധം അത്ര ശക്തമായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഈ വാക്യം വരുന്നത്, രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നത് പോലെ സൗന്ദര്യാത്മക കാര്യങ്ങളിലും വിദ്യാഭ്യാസം നേടണം എന്ന്. കേസരി അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ചിത്രകലയെ കുറിച്ച് കേരളത്തിൽ വളരെ വിസ്തരിച്ച് എഴുതുകയും ഒരുപക്ഷെ 1930 മുതൽ ഒരു അരനൂറ്റാണ്ട് കാലം എങ്കിലും കേസരിയുടെ അത്തരം എഴുത്തുകൾ മാത്രമാണ് മലയാളത്തിൽ ഗൗരവമുള്ള ഒരു കലാവിചാരമായിട്ട് അവശേഷിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള സൂക്ഷ്മ വിചാരങ്ങളുടെ ലോകം നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. സംഭവിച്ച ഒരു മാറ്റം അത് കലയിൽ പ്രവർത്തിക്കുന്നവരുടെ മാത്രം ഒരു സ്വകാര്യ പ്രശ്നമാണ് എന്ന നിലയിലേക്ക് ചുരുങ്ങിപ്പോവുകയുണ്ടായി. അതായത് കലയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ്, ഏതെങ്കിലും ഒരു വിഷയമേഖലയെക്കുറിച്ചുള്ള അറിവ് അതിൽ പ്രവർത്തിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് വരികയും ഇതൊരു സാമൂഹ്യ അവബോധത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ വളരെ ദൗർഭാഗ്യകരമാണ്. സമീപകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരിയായിട്ടുള്ള പ്രൊഫസർ റോമില ഥാപ്പറോട് മറ്റൊരു പ്രമുഖ ചരിത്രകാരൻ ഒരു അഭിമുഖ സംഭാഷണം നടത്തുന്നുണ്ട്, പ്രൊഫസർ രൺബീർ ചക്രവർത്തി. അപ്പൊ ചക്രവർത്തി റോമില ഥാപ്പറോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ചരിത്ര വിജ്ഞാനത്തിന്റെ വളർച്ചയിൽ നിങ്ങൾ തൃപ്തയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഥാപ്പർ പറഞ്ഞ മറുപടി, ചരിത്ര വിജ്ഞാനത്തിന്റെ വളർച്ച താരതമ്യേന തൃപ്തികരമാണ്, നല്ല സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, രീതിശാസ്ത്രപരമായ കൃത്യതയുണ്ട്, വലിയ തോതിൽ വിജ്ഞാനം ഉണ്ടായിട്ടുണ്ട്, ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിജ്ഞാന മേഖല ചരിത്രമാണ് എന്ന് പറയാം. ഇപ്പൊ സോഷ്യോളജിയിലോ എക്കണോമിക്സിലോ ആന്ത്രപ്പോളജിയിലോ ഒന്നും നമുക്കങ്ങനെ ഒരു ഇന്ത്യൻ പാരമ്പര്യം സാർവദേശീയ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന നിലയിലെത്തി എന്ന് പറഞ്ഞുകൂടാ. ചരിത്രത്തെ സംബന്ധിച്ച് അങ്ങനെ പറയാം. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച ഒരു വിജ്ഞാന ശാഖയാണ് ചരിത്രം. പക്ഷെ പിന്നാലെ അവർ പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ ശരിയാണെങ്കിലും ഈ വിജ്ഞാനത്തെ, ഈ ചരിത്ര വിജ്ഞാനത്തിന്റെ വളർച്ചയെ പൊതുബോധത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പൊതുബോധത്തിലേക്ക് എത്തിക്കുന്നതിലുള്ള പരാജയം ഒരു ചെറിയ പ്രശ്നമല്ല കേട്ടോ. ആ പരാജയത്തിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് വാസ്തവത്തിൽ വർഗീയതയുടെ ഇത്രമേൽ വലിയ വ്യാപനത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. ഞാനതിവിടെ വിശദീകരിക്കാൻ മുതിരുന്നില്ല. വാസ്തവത്തിൽ അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഒരു ജനത തങ്ങളെ സ്വയം മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് അവരുടെ ചരിത്രബോധം എന്നത്. അതുകൊണ്ട് ചരിത്രത്തിലാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഓരോ മനുഷ്യരും ഉത്തരം കണ്ടെത്തുന്നത്. അത് ശരിയായതും സാമൂഹ്യനീതിയുള്ളതും ആയില്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഘടന തന്നെ മാറിപ്പോകും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തിന്റെ നടുവിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരറിവ് എന്ന് പറയുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ആളുകളുടെ, പണ്ഡിതന്മാരായ ആളുകളുടെ, അക്കഡമീഷ്യന്മാരുടെ, അധ്യാപകരുടെ ഒക്കെ ഒരു സ്വകാര്യ പ്രശ്നമായിട്ടല്ല. അറിവ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക ബോധമായിട്ട് നിലനിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹിക ബോധമായിട്ട് അറിവ് മാറുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാമൂഹിക ബോധമായി തീരുന്ന അറിവ് ആ ജനതയ്ക്കിടയിൽ തന്നെ ഒരു ഭൗതിക ശക്തിയായി തീരുകയും അത് ആ ജനതയുടെ ബോധത്തെ പുനഃക്രമീകരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് കല എന്ന് പറയുന്നത്, കലയെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് കല ആസ്വദിക്കുന്ന ആളുകളുടെ ഒരു സ്വകാര്യ പ്രശ്നമല്ല, മറിച്ച് കല ഒരു കാലത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ്. കലയെ നമ്മൾ അങ്ങനെ പൊതുവെ കാണാറില്ല. കലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വീക്ഷണങ്ങൾ എന്താന്ന് വെച്ചാൽ, പഴയ കുറെ യാഥാസ്ഥിതികമായ ഒരു വീക്ഷണം അല്ലെങ്കിൽ വളരെ പഴയ ഒരു വീക്ഷണം, കല ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പുറത്തുള്ള ഒന്നിനെ അത് പല നിലയിൽ പകർത്തി കാണിക്കുന്നുണ്ട് എന്ന നിലയിൽ ഒരു റിഫ്ലക്റ്റീവ് ഡൊമൈനാണ് കലയുടേത് എന്ന് കരുതുന്ന
അതിപ്പോഴും നമ്മുടെ ഇടയിൽ താരതമ്യേന ശക്തമാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കലയെക്കുറിച്ച് പൊതുവെ പറയും. അങ്ങനെ ചെയ്യുന്നേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ കലയുടെ സാമൂഹിക ധർമ്മം അല്ലെങ്കിൽ സാമൂഹ്യ ഫലം എന്ന് പറയുന്നത് ഈ പ്രതിഫലന രൂപം അല്ല. രണ്ടാമത്തെ ഒരു വീക്ഷണഗതി എന്ന് പറയുന്നത് കല ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഏതെങ്കിലും ചില നിലകളിലൊക്കെ അടയാളപ്പെടുത്തുക, റെപ്രസെന്റ് ചെയ്യുക എന്നൊരു വാക്ക്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ചില സൂചനകളിലൂടെ, ചില ധ്വനികളിലൂടെ മാറി വരുന്ന കാലത്തെ അടയാളപ്പെടുത്തുകയോ അതിൻ്റെ ഗതിഭേദങ്ങളിൽ ചിലതിനെ സൂചിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാമഗ്രിയാണ് ഈ കല എന്നൊരു കാഴ്ചപ്പാട്. അതിനെയാണ് വിശാലാർത്ഥത്തിൽ പ്രതിനിധാനം എന്നൊരു സാങ്കേതിക പദം ഉപയോഗിച്ച് പറയുന്നത്. റിഫ്ലക്ഷനോളം ക്രൂഡല്ല, അത്രത്തോളം ഒരു 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 ഇടുങ്ങിയ കാഴ്ചയല്ല, മറിച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും കലയ്ക്ക് മറ്റൊരു ധർമ്മം ഉണ്ട് എന്നൊരു കാഴ്ചപ്പാട് ഈ റെപ്രസെന്റേഷൻ എന്നതിൽ ഉണ്ട്. ഞാനിവിടെ കേസരിയെ തന്നെ ഒന്നുകൂടി ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പഠനത്തിൽ രാജരാജീയം എന്നുപേരായ ഗ്രന്ഥത്തിൽ സന്ദേശകാവ്യങ്ങളെ കുറിച്ചൊരു പഠനമുണ്ട്. ആരും വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കേസരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയമാഷി കേസരിയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ അദ്ദേഹത്തെ വേണ്ടത്ര ആദരിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കേസരിയെ കാര്യമായിട്ട് ആരും കേസരിക്ക് അറിയായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു അഭിമുഖമല്ല, ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു വാക്യതാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ആശയങ്ങളെ ആരും വിലമതിക്കില്ല, മരിച്ച് 3 വ്യാഴവട്ടം കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും, 1/2 നൂറ്റാണ്ട് കഴിയുമ്പോൾ പ്രസിദ്ധനാവും എന്ന് കേസരിക്ക് പറയുന്നു. ഇപ്പൊ പ്രസിദ്ധിയുടെ കാലാണ്, പക്ഷെ വായിച്ചത് വളരെ കുറവാണ്. കേസരിയുടെ പറഞ്ഞു വന്നാൽ കേസരി പ്രഭാഷണമായി പോകും, അതാണ് ഒരു പ്രശ്നം. പണ്ട് വിജയമാഷയെ കുറിച്ചൊരു ഫലിതമുണ്ട്. മാഷ് ഫ്രോയിഡില് വലിയ താല്പര്യമുള്ള ഒരു കാലാണ്. ഒരു കാലത്ത് അത് പോയിട്ടില്ല, എങ്കിലും ഫ്രോയിഡ് മാഷെ വല്ലാതെ ആവേശിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് ഫ്രോയിഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് മാഷ് തൃശ്ശൂർ ഒരു പരിപാടിക്ക് വിളിച്ചു. അപ്പൊ മാഷ്ക്ക് അതുപോലെ തന്നെ ആവേശമുള്ളൊരു കാര്യമാണ് വൈലോപ്പിള്ളി കവിത. അപ്പൊ ഫ്രോയിഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി എവിടെയോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉദാഹരണമോ മറ്റോ പറയാനായിട്ട് വൈലോപ്പിള്ളിയെ ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ ഫ്രോയിഡിലേക്ക് തിരിച്ചേ വന്നില്ല. 1.5 മണിക്കൂർ വൈലോപ്പിള്ളി കഴിഞ്ഞിട്ട് ഫ്രോയിഡ് പിന്നെ പറയാന്ന് പറഞ്ഞ് മാഷ് തിരിച്ചു പോയി എന്നൊരു ഫലിതയെ കുറിച്ചുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മടങ്ങി വരുന്നില്ല. എന്നാലും ഈ കേസരി പറഞ്ഞൊരു വാക്യം ഇവിടെ ശ്രദ്ധിക്കണം. ആ രാജരാജീയത്തില് സന്ദേശകാവ്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ജീവിതഗതിയെ നിർണയിക്കുന്നതിൽ, അനുഭവഘടനയെ നിർണയിക്കുന്നതിൽ ആ കാലത്തിലെ കാവ്യരൂപങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായൊരു നിരീക്ഷണമാണ്. ഒരു കാലത്ത് എഴുതപ്പെടുന്ന കവിത കാവ്യരൂപം എന്ന് അദ്ദേഹം പറയുന്നത് കല എന്ന സാമാന്യ അർത്ഥത്തിൽ എടുത്താൽ മതി. ഒരു കാലഘട്ടത്തിന്റെ കല ആ കാലഘട്ടത്തിന്റെ അനുഭവത്തെ നിർമ്മിക്കുന്ന ഒരു സാധനമാണ്, അല്ലാതെ അനുഭവങ്ങളെ പകർത്തുകയോ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെക്കുകയോ ചെയ്യുന്ന ഒരേർപ്പാടല്ല. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കല ഒരു റിഫ്ലക്ഷൻ ഒന്നുമല്ല, റെപ്രസെന്റേഷൻ അല്ല, കല ഒരു നിർമ്മാണമാണ്, കല നിർമ്മിക്കുന്ന ഒരു ഘടകമാണ് എന്ന നിലയിൽ ഒരുപക്ഷെ കലയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു വീക്ഷണം അന്ന് കേസരി പറയുന്നുണ്ട്. ഇതേ ആശയം പലരും കവികളൊക്കെ പറയുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാരിൽ വൈലോപ്പിള്ളി വളരെ പ്രസിദ്ധമായിട്ട് പറയുന്ന ഒരു കാര്യം, വൈലോപ്പിള്ളി പറയുന്നത് ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോഴാണ്, അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം, കളവുകൾ എന്നാം ലോകചരിത്രം, അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര സ്വപ്നം എന്ന് പറയും. ഇത് കളവാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ടാവും, സ്വപ്നമാണ് എന്ന് ചരിത്രം പറയുന്നുണ്ടാവും. ചരിത്രവും ശാസ്ത്രവും ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ചരിത്രത്തെക്കാളും ശാസ്ത്രത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് വാസ്തവത്തിൽ ഞങ്ങൾ കാണുന്ന ഈ സ്വപ്നങ്ങൾ എന്ന് അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ മനുഷ്യർക്ക് എന്തിനാണ് കല? ഈ ചോദ്യം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കലാചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള
ചിത്രകലയുടെ വീക്ഷണഗതിയെ തന്നെ 20-ാം നൂറ്റാണ്ടിൽ വഴിതിരിച്ചു വിട്ട ഒരു കലാനിരൂപകൻ, ജോൺ ബർജർ എന്നു പേരായ ഒരു കലാനിരൂപകൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് വേസ് ഓഫ് സീയിങ്, കൺവഴികൾ എന്ന ഒരു പുസ്തകം. 1972 ആ ഗ്രന്ഥം പുറത്തു വന്നത്. ആ ഗ്രന്ഥത്തോടെ എങ്ങനെയാണ് കലയെ നോക്കേണ്ടത്, കലയെ മനസ്സിലാക്കേണ്ടത് എന്നതിൽ വലിയ ഒരു വഴിത്തിരിവാണ് ആ ഗ്രന്ഥം ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഒരു പഠന ഗ്രന്ഥം മനുഷ്യരുടെ അവബോധത്തെ ഇത്രമേൽ മാറ്റിമറിച്ചതിന് ചിത്രകലയുടെ ചരിത്രത്തിൽ വേറെ അത്ര തെളിവുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വിപുലമായ സ്വാധീനം. അദ്ദേഹം നോവലിസ്റ്റ് ആയിരുന്നു, സ്വയം കവിയായിരുന്നു, അങ്ങനെ പല രൂപത്തിൽ പ്രവർത്തിച്ച ആളാണ്. ഈ വേസ് ഓഫ് സീയിങ്ങിന്റെ ആ പുസ്തകത്തിലല്ല, അദ്ദേഹം ഈ ബർജർ വേറൊരു ഘട്ടത്തിൽ ഒരു ചെറിയ ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിന്റെ പേര് അവർ ഓഫ് പോയട്രി എന്നാണ്, കവിതയുടെ മുഹൂർത്തം. അതിൽ അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നു, എന്തിനാണ് കവിത മനുഷ്യർ? ആ ചോദ്യത്തെ നമുക്ക് എന്തിനാണ് കല എന്നിടത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് കവിത എന്നുള്ള ചോദ്യത്തിന് ബർജർ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നത്, എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ മനുഷ്യർക്ക് കവിത ആവശ്യമില്ല. എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ. ഇത് വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണമാണ്. ഇപ്പൊ ഞാനത് മനസ്സിലാകാൻ വേറൊരു നിലയ്ക്ക് ഉദാഹരണം പറയാം. ഇപ്പോ നിങ്ങൾക്ക് 10 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ 10 തരം സൗഹൃദങ്ങളാണത്, ഒരേ തരമല്ല. ഓരോ സൗഹൃദത്തിനും ഓരോ പ്രകാരമുണ്ടാവും, അല്ലാതെ ഒരേ സൗഹൃദത്തിന്റെ ആവർത്തനമല്ല. എത്ര സുഹൃത്തുക്കളുണ്ടോ അത്രയും തരം സൗഹൃദങ്ങൾ. പക്ഷെ എല്ലാറ്റിനെയും വിളിക്കാൻ ഒരു പേരേ ഉള്ളൂ. അതുകൊണ്ട് ഈ പേരും പൊരുളും തമ്മിൽ ഒരു അകലുണ്ട്. വേറൊരു നിലയ്ക്ക് പറഞ്ഞാല് ഈ മാവിൽ എത്ര ഇലയുണ്ടോ അത്രയും തര ഇലയുണ്ട്. പക്ഷെ എല്ലാറ്റിനെയും വിളിക്കാൻ ഒരു പേരേ ഉള്ളൂ. മാവിലാന്നോ പ്ലാവിലാന്നോ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു മാവിന്റെ എല്ലാ ഇലയ്ക്കും ഓരോ പേരുണ്ടെന്ന് വെച്ചാൽ മാവിലയുടെ പേര് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ മരിക്കാറാവും. അതുകൊണ്ട് പേരുകൾക്ക് സാമാന്യമായിരിക്കാനേ കഴിയൂ. പേരുകൾക്ക് അത് സൂചിപ്പിക്കുന്ന വസ്തുവിന്റെ സവിശേഷതയെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. മുഴുവൻ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഓരോന്നിനും വേറെ പേരിടണം. അതോടെ പിന്നെ പേരിന്റെ ബഹളായിരിക്കും. ആ പേര് നമ്മളെ പേരിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല എന്ന നിലയിലേക്ക് പേര് പോകും. അതുകൊണ്ട് പേരുകൾ എപ്പോഴും സാമാന്യങ്ങളാണ്, യാഥാർത്ഥ്യം എപ്പോഴും സവിശേഷമാണ്. ഇതാണ് പ്രശ്നം. യാഥാർത്ഥ്യം യുണീക്കാണ്, ഓരോന്നിനും അതാതിന്റെ സവിശേഷതയുണ്ട്. പക്ഷെ അതിനെ സൂചിപ്പിക്കുന്ന ഏത് വാക്കും ആ സവിശേഷതയെ വിട്ടിട്ട് സാമാന്യമാണ്. പ്ലാവില എന്ന് പറയുമ്പോ പ്ലാവിലൊന്നുമില്ല, പ്ലാവിലകളേ ഉള്ളൂ. ഓരോന്നോരോ തരമാണ്. വിജയമാഷ തന്നെ ഒരു ഫലിതം പറയാം. മാഷ് പറയും, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു എനിക്കൊരു പച്ച സാരി വേണം എന്ന് പറഞ്ഞു അത്ര. അപ്പൊ ഭർത്താവ് സ്നേഹപൂർവ്വം ഒരു പച്ച സാരി മേടിച്ച് വൈകുന്നേരം വീട്ടിൽ വന്നു. അപ്പൊ ഭാര്യ അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതല്ല ഞാൻ പറഞ്ഞ പച്ച. കാരണം പച്ച ഒരു വാക്കാണെങ്കിൽ എല്ലാ പച്ചയും പച്ചയാണ്. പച്ച ഒരു അനുഭവമാണെങ്കിൽ ആ പച്ച മാത്രമേ ആ അനുഭവം ആവുള്ളൂ. ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പച്ച എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തൊരു സാധനമാണ്. പച്ച എന്ന് പറയുന്നത് പച്ചയുടെ അനന്തമായ ഷെയ്ഡുകളാണ്. ഒരു ചിത്രകാരന് ഇത് എളുപ്പം മനസ്സിലാവും. ഒരു പച്ച എവിടെ ഭരിക്കും, ഒരു പച്ച എവിടെ ഭരിക്കില്ല എന്നത്. അതുകൊണ്ട് കുഞ്ചതമ്പ്യാര് പച്ച കണ്ടു കഴിഞ്ഞപ്പോ വേറൊരു പച്ചയാണല്ലോ കണ്ടത്. കല്യാണ സൗന്ദര്യം തുള്ളലുണ്ട്. പച്ചക്കദളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു ചേർത്ത മാലകൾ കൊണ്ട് വിധാനിച്ചതിക്കുന്നു. ഒരു കൊല പഴുത്ത് നിൽക്കണ കേസാണ് കേട്ടോ. നമ്മളൊക്കെ ഇത് ധാരാളം കണ്ടതാ. പക്ഷെ നമ്പ്യാര് കണ്ടപ്പോ മരതകവും പവിഴവും ചേർന്നിങ്ങനെ നിരനിരയായി മാല കോർത്തിരിക്കുന്നു എന്ന് തോന്നി. കണ്ടതൊരു കൊലയാ. ഇത് കവി ചെയ്യുന്ന ഒരു കാര്യമാണ്. മാഷ് അതിന് രസമായിട്ട് ഒരു വിശദീകരണം പറയുന്നുണ്ട്. മാഷ് പറയുന്നത് ഇതൊരു തരത്തിലുള്ള ഹാലൂസിനേഷൻ ആണ്. ഒരു നിറത്തെ അതിന്റെ തീവ്രമായ നിറമായിട്ട് കാണുക, ഒരനുഭവത്തെ അതിന്റെ തീവ്രതയിലേക്ക് കൊണ്ടുപോവുക എന്നാണ്. അപ്പൊ ഇത് ഒരു നിലയ്ക്ക് മാഷ് പറയുന്നുണ്ട്, ഇത് കഞ്ചാവ് കഴിച്ചാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇതാണെന്നാണ്. എല്ലാ നിറങ്ങളും തീപിടിച്ച നിറങ്ങളായി തീരും. നമ്പ്യാരുടെ കാലത്ത് കഞ്ചാവ് ഉണ്ട് കേട്ടോ കേരളത്തിൽ.
പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. അത് നമ്പ്യാർ കഴിച്ചു എന്നല്ല ഞാൻ പറയണത്, ഈ എക്സ്പീരിയൻസിനൊക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പൊ എന്തായാലും ഒരു കലാവസ്തു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉള്ളതിനെ പകർത്തുകയല്ല. എന്റെ പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഉള്ളതിനെ പകർത്തുകയല്ല, അതിനെ വേറൊന്നാക്കുക. അതായത് അതിന്റെ യുണീക്ക്നെസ്സിനെ തിരിച്ചു പിടിക്കലാണ്. ഇപ്പൊ കവിതയെ മുൻനിർത്തി പറഞ്ഞാല് കല എന്താണ് ചെയ്യുന്നത്, കവിത എന്താണ് ചെയ്യുന്നത്? വാക്കിൽ നിന്ന് പിൻവാങ്ങിപ്പോയ ഒരു അനുഭവത്തിന്റെ അനന്യതയെ, യുണീക്ക്നെസ് ഓഫ് ആൻ എക്സ്പീരിയൻസ്, അതിനെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കും. വാക്കിൽ അതില്ല, പക്ഷെ അനുഭവത്തിലുണ്ട്. ഇപ്പോ കുമാരനാശാന്റെ നളിനി ആശ്രമത്തിൽ എത്തിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആശാൻ പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞു എന്നല്ല, അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്തു കാനന, 5 പ്രാവശ്യം കാട് പൂത്തു. കാരണം നളിനി ആശ്രമത്തിൽ വന്നിരിക്കുന്നു, ആശ്രമമാണ്, കാടാണ്, നളിനിയുടെ മനസ്വാസ്ഥ്യം, പ്രകൃതിയുടെ ഭംഗി, ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് ആ കാലം ഒരു എക്സ്പീരിയൻഷ്യലായ ഒരു വാല്യൂ ആർജിക്കുന്നു. 5 വട്ടം ഇഹ പൂത്തു കാനന, 5 കൊല്ലം കാട് പൂത്ത്. 5 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവം ഒന്നുമില്ല, അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഏത് സന്ദർഭത്തോടും അതിനെ ചേർത്ത് വെക്കാമല്ലോ. പരീക്ഷ പാസ്സായിട്ട് 5 കൊല്ലം കഴിഞ്ഞു, ജോലി കിട്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു, ഈ അപകടം നടന്നിട്ട് 5 കൊല്ലമായി, ഇന്നാള് മരിച്ചിട്ട് 5 കൊല്ലമായി, എന്തും പറയാം. പ്രധാനമന്ത്രി അധികാരത്തിലേറിയിട്ട് 5 കൊല്ലമായി, എന്തും പറയാം. കാരണം 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ള സാമാന്യ പ്രസ്താവനയിൽ അനുഭവമൂല്യമില്ല, അത് ഫ്ലാറ്റാണ്, അത് എംറ്റിയാണ്. നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ വലിയൊരു സാമൂഹ്യ ചിന്തകൻ വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നത് ആധുനിക കാലത്തിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഹോമോജനസ് എംറ്റി ടൈം, ഏകമാനമായ ശൂന്യകാലം. അതെവിടെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. ഇത് പക്ഷെ അങ്ങനെയല്ല. 5 വട്ടം ഇഹ പൂത്തുകാനനം എന്ന് പറയുന്നത് അവിടെ മാത്രം ഭരിക്കുന്ന ആ കാലാനുഭവത്തിന്റെ സവിശേഷതയിൽ ചെന്ന് തൊടുന്ന വാക്കാണ്. ഇതാണ് കവിത. അനുഭവത്തിന്റെ മൂർത്തതയിൽ ചെന്ന് തൊടുന്ന വാക്കാണ്. അത് നളിനിക്ക് പറ്റുന്നത് പോലെ നമുക്ക് പറ്റില്ലല്ലോ. പച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ അതിൽ പിന്നെ 5 വട്ടം ഇഹ പൂത്തു കാനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കാറായി എന്നർത്ഥം. കാരണം ഇത് എല്ലായിടത്തും പറ്റില്ല, ഇത് പറ്റുന്നത് ഇവിടെ മാത്രം. വ്യക്തമല്ലേ? കടമനിട്ട കോഴി എന്ന് പറയുന്ന ഒരു കവിതയില് തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, കാലം പോയിരിക്കുന്നു, എത്ര കാലം പോയിന്ന്. തന്റെ ഒരു വളർച്ചയുടെ കഥയും ഒക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് തള്ളക്കോഴി പറയുന്ന ഒരു സന്ദർഭത്തില് പറയുന്ന ഒരു വാക്യം, അന്ന് ഞാനും ഉടപ്പിറന്നോനും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ച് വളർത്തി എന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു. ഞങ്ങളെ കൊത്തി മാറ്റി, കാലം പോയി. കാലം പോയി എന്ന് കോഴി പറയുമ്പോ കാലം പോയി എന്നല്ല, അതിൽ പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു. അതോടെ ആ കാലം ഒരു കോഴിയുടെ അനുഭവത്തിന്റെ അനന്യതയിലേക്ക് കടക്കും. ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, കല ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമാന്യങ്ങളിൽ മുങ്ങിത്താണു പോകുന്ന, സാമാന്യങ്ങളിൽ നഷ്ടമായി പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുഭവപരമായ അനന്യതയെ അത് തിരിച്ചുകൊണ്ട്. അതുകൊണ്ട് കല നഷ്ടമാകുന്നവർക്ക് എന്ത് നഷ്ടമാകുന്നു എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അനുഭവത്തിന്റെ അനന്യത നഷ്ടമാവുകയും അവർ സാമാന്യത്തിൽ മാത്രം ജീവിക്കുകയും ചെയ്യും. കലയാണ് വാസ്തവത്തിൽ മനുഷ്യരെ അനന്യതയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. നിങ്ങൾ മാത്രമായിരിക്കുന്നത് എന്താണ്, നിങ്ങളിൽ മാത്രമായിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ അതിപ്രധാനമായ ഒരു പ്രവൃത്തിയുടെ പേരാണ് കല എന്നത്. വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയിലുള്ള ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇലകളെല്ലാം വേറെ വേറെ ആയിരിക്കുന്നു, ഇലകൾക്കെല്ലാം പക്ഷെ ഒരു പേരായിരിക്കുന്നു. സൗഹൃദങ്ങളെല്ലാം പലതരങ്ങളിലാണ്, പക്ഷേ എല്ലാറ്റിനും നാം ഒരു പേരിട്ട് വിളിക്കുന്നു. അങ്ങനെ പേരിനും പൊരുളിനും ഇടയിലുള്ള ഈ വിടവിൽ, ഈ അകലത്തിനിടയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഈ പൊരുളിനെ, അനുഭവത്തിന്റെ സൂക്ഷ്മതലത്തെ നമ്മിലേക്ക് വീണ്ടും വീണ്ടും മടക്കി കൊണ്ടുവരികയും ഒരു നിലയ്ക്ക് ആ അനുഭവത്തെ ചരിത്രത്തിൽ ഉറപ്പിക്കുകയും ചെയ്യലാണ് കലയുടെ ദൗത്യം. കാരണം ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ യുണീക്ക്നെസ് ആണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റും മറ്റൊന്നിന്റെ ആവർത്തനമല്ല. കാരണം ഒരു ചരിത്ര സന്ദർഭത്തെ രൂപപ്പെടുത്തുന്ന ബലങ്ങളും ആ ബലങ്ങളുടെ അനുപാതങ്ങളും ഒന്നും മറ്റൊരിടത്തും ആവർത്തിക്കില്ല. അതുകൊണ്ട് ഒന്നും മറ്റൊന്നു പോലെയല്ല, എല്ലാം യുണീക്കാണ്. പക്ഷെ ഈ യുണീക്ക്നെസ്സിനെ നമുക്ക് ഭാഷയിലൂടെയോ സിദ്ധാന്തങ്ങളിലൂടെയോ
അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രപരമായ ക്രമങ്ങളിലൂടെയോ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ മനസ്സിലാക്കൽ പ്രധാനമാണ്. ഈ മനസ്സിലാക്കലിൽ വരുമ്പോഴാണ് യാഥാർത്ഥ്യത്തിലെ സൂക്ഷ്മ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കല വൈരുദ്ധ്യങ്ങളെ ഭയപ്പെടുന്ന ഒന്നേയല്ല, കല വൈരുദ്ധ്യങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന ഒന്നാണ്. ഇപ്പൊ പക്ഷെ നമ്മുടെ നാട്ടിലൊരു സുഖേടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്ത വെടിപ്പായ കല ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് കലയെ തന്നെ റദ്ദാക്കും കേട്ടോ. കല നിൽക്കില്ല. കല നിൽക്കുന്നത് വൈരുദ്ധ്യങ്ങൾക്കുള്ളിലാണ്. വൈലോപ്പിള്ളി കവിതയിൽ എഴുതും, ആനയ്ക്ക് ഭ്രാന്ത് വരുന്നു, ആനയ്ക്ക് മതോളകുന്നു സഹ്യന്റെ മകൻ. വൈലോപ്പിള്ളി ആനയുടെ ഭ്രാന്തിനെ കുറിച്ച് എഴുതുന്നത് നിഗ്രഹോത്സുകം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം. മനസ്സിൽ നിറയെ സ്നേഹമാണ്, പക്ഷേ പുറത്ത് കൊലവിളിക്കുന്നു. കാടിനോട്, കാട്ടാറിനോട്, പെടിയാനയോട്, കുഞ്ഞുങ്ങളോട് ഒക്കെ ആനയുടെ മനസ്സിൽ സ്നേഹം വന്ന് നിറയുന്നു. അമ്പലപ്പറമ്പ് കൊലക്കളമായിട്ട് മാറുന്നു. നിഗ്രഹോത്സുകം സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം. അതായത് ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്നേഹത്തിന്റെ വളരെ സാമാന്യമായൊരു പ്രകാരം മാത്രമല്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരു കൊലവിളിയായിട്ട് വരും. അത്യനർഘമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് ചങ്ങമ്പുഴ എഴുതും. അത്യനർഘമായ മുഹൂർത്തത്തിൽ കാമുകിയോട് അതിഭീമമായ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാമുകി മരിച്ചു പോയാൽ സ്നേഹമൊന്നും ബാക്കിയുണ്ടാവും. കാമുകി ജീവിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ സ്നേഹം കുറയും. കാമുകി ബാക്കിയുണ്ടാവും, സ്നേഹം ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് സ്നേഹം വേണോ കാമുകി വേണോ എന്നുള്ളതിന്റെ ഒരു റൊമാൻറ്റിക് ഉത്തരം സ്നേഹം മതി, കാമുകി വേണ്ടെന്നാണ്. അത്യനർഘമാ മുഹൂർത്തത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെ കല എന്ന് പറയുന്നത് ഈ വൈരുദ്ധ്യങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുകയാണ്. മലയാളത്തിൽ അത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളായിരുന്നു വൈലോപ്പിള്ളി. വലിയ എഴുത്തുകാരിലൊക്കെ അതുണ്ട് കേട്ടോ. വലിയ ചിത്രകാരന്മാരിലും വലിയ കവികളിലും ഒക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് കലയുടെ അടിസ്ഥാനപരമായ ഒരു ധർമ്മം, അല്ലെങ്കിൽ കല നിറവേറ്റുന്ന ഏറ്റവും വലിയ സാമൂഹികമായ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന്, ഈ യാഥാർത്ഥ്യത്തെ കറുപ്പും വെളുപ്പുമായിട്ട് സാമാന്യവൽക്കരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോയി യാഥാർത്ഥ്യത്തിലുള്ള ആഴമേറിയ വൈരുദ്ധ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരിക എന്നതാണ്. അതിനെ അനുഭവപ്പെടുത്തുക, സിദ്ധാന്ത രൂപത്തിലല്ല. നിങ്ങളെ ആ യാഥാർത്ഥ്യത്തിന്റെ സങ്കീർണതയിലേക്ക്, അതിന്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് തുറന്നിടുക. അങ്ങനെ മനുഷ്യരെ ആഴമുള്ള ചരിത്രബോധത്തിലേക്കും ആഴമുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്കും അതിന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകളിലേക്കും കൊണ്ടുപോവുക എന്നത്. മലയാളത്തിൽ അത് ചെയ്ത വലിയ എഴുത്തുകാരായിരുന്നു ആശാനെ പോലെയോ വൈലോപ്പിള്ളിയെ പോലെയോ ബഷീറിനെ പോലെയോ ഒക്കെയുള്ള വലിയ എഴുത്തുകാർ. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പറയാൻ മുതിരുന്നില്ല. ഇതാണ് കലയുടെ ഒരു വലിയ സാമൂഹിക ഫലം. രണ്ടാമത്തെ ഒരു കാര്യം, മനുഷ്യരെ കല ഒരു നിലയ്ക്ക് നീതിയുടെ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ കരുതുന്നത്. നീതിയുടെ പ്രതലം എന്ന് പറയുന്നത് നിയമത്തിന്റെ വിചാരമല്ല. അത് തമ്മിൽ വലിയ വ്യത്യാസം. എന്താണ് നീതി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം, നീതിബോധം എന്താണ്? നിങ്ങളല്ലാത്തവരെ കുറിച്ചുള്ള നിങ്ങളുടെ കരുതലാണ് നീതിബോധം. കൺസേൺ ഫോർ ദ അതർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളല്ലാത്തവരെ കുറിച്ച് നമുക്ക് എത്ര ഉത്കണ്ഠയുണ്ട്, ആ ഉത്കണ്ഠയാണ് നീതിബോധം. അത് പലസ്തീനിൽ കൊന്നുകൊണ്ടേയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചോ നമ്മുടെ അയൽവക്കത്ത് നിരാധാരമായി പോകുന്ന ജീവിതങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള ഉത്കണ്ഠയാകാം. ഇതൊരു സമൂഹത്തിൽ വളരെ ആവശ്യമായ ഉള്ളൊരു കാര്യമാണ്. ആനന്ദ് പറയുമല്ലോ, നീതിബോധമില്ലാത്തൊരു സമൂഹം ചത്തുപോകുന്നു. അതുകൊണ്ട് ഈ നീതിബോധം ഇങ്ങനെ ആളിപ്പിടിക്കണ ഒരു സമൂഹത്തിൽ എന്ന് പറയും. അപ്പൊ ഈ നീതിബോധത്തെ എങ്ങനെയാണ് കല പ്രകാശിപ്പിക്കുന്നത്? നീതിയെക്കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ഇപ്പൊ സാമൂഹ്യ ദുരിതങ്ങളെ കുറിച്ചോ പട്ടിണിയെ കുറിച്ചോ ഒക്കെ പറയുന്നുണ്ടാവും. അത് തെറ്റായ കാര്യമല്ല. അതുവഴി ഒരു സമൂഹത്തിലെ ദുരിതങ്ങളെ കുറിച്ച്, യാതനകളെ കുറിച്ചൊക്കെ കല പ്രത്യക്ഷത്തിൽ ചിലത് പറയുന്നുണ്ടാവും. അതൊരു രീതിയാണ്. പക്ഷെ അതിനപ്പുറം കലയുടെ ഒരു നൈതിക തലം എന്ന് പറയുന്നത്, ഞാൻ കരുതുന്നത് കല നമ്മളെ അടിസ്ഥാനപരമായി കൊണ്ടുപോകുന്ന, നമ്മളെ നയിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മളല്ലാത്തവരുടെ ലോകത്തേക്ക്. അപ്പൊ നമ്മളൊക്കെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകുന്നു. 10, 70, 75, 80 വർഷക്കാലം ഒക്കെ പരമാവധി ജീവിച്ച്
മരിച്ചു പോകുന്നവരാണ് സാധാരണ എല്ലാ മനുഷ്യരും. വൈലോപ്പിള്ളി പറഞ്ഞ പോലെ ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നു. കല എന്ത് ചെയ്യുന്നു? ഈ ഇത്തിരി വട്ടത്തിൽ നിന്ന് മനുഷ്യവംശത്തോളം നമ്മെ വലുതാക്കും. നമ്മുടെ കാലത്തെ വലിയൊരു എഴുത്തുകാരൻ എഴുത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എഴുത്ത് എന്താണ് ചെയ്യുന്നത്? അത് നമ്മെ നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നു. എന്നിട്ടോ ലോകമെമ്പാടും അത് നമുക്ക് വീടുകൾ ഒരുക്കുന്നു. ആരുടെയോ വീടുകൾ. വീടുകൾ എന്ന് പറഞ്ഞാൽ ONV-യുടെ ഒരു കവിതയുണ്ട്. ആ കവിത തുടങ്ങുന്നത് ഇവിടെ എനിക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട്. കവിത അവസാനിക്കുന്നത് എവിടെയും എനിക്കൊരു വീടുണ്ട്. ആ എവിടെയുമുള്ള വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സാമഗ്രിയുടെ പേര് കൂടിയാണ് കല. നമുക്കൊക്കെ നമ്മുടെ ചെറിയ അനുഭവങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ മനുഷ്യവംശത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, എത്ര വലുതാണ്, എത്ര സങ്കീർണമാണ്. ഇപ്പൊ ഒരമ്മ മാതൃവാത്സല്യമാണ് എന്നൊക്കെ നമ്മൾ പറയും. ആ അനുഭവത്തിന്റെ തലങ്ങളോട് ഒരിക്കലും നമ്മൾ ഇപ്പോൾ വേശ്യാവൃത്തിയെ ചേർത്ത് വെക്കില്ല. വ്യഭിചാരം എന്നൊക്കെ നമ്മൾ പറയുന്ന ലൈംഗിക തൊഴിലിനെ മാതൃത്വവുമായി ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അമ്മ നമുക്ക് ഭയങ്കര ഒരു ആദർശ രൂപമാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യവുമാണ്. മലയാളത്തിൽ ഇത് രണ്ടും ചേർത്ത് വെച്ച ഒരാളുണ്ടായിരുന്നു, അത് ബഷീറാണ്. ശബ്ദങ്ങൾ വായിച്ചാല് ശബ്ദങ്ങളിൽ ഒരു അമ്മയുണ്ട്. ആ അമ്മ ഒരു വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീയുമാണ്. പണത്തിനായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തൻ്റെ കുഞ്ഞിനെ അപ്പുറത്ത് അമ്മ മാറ്റി കിടത്തുന്നുണ്ട്. ആ കുഞ്ഞിനെ ഉറുമ്പ് ഇങ്ങനെ വന്ന് കടിക്കുന്നത് അതിനിടയിൽ അവർ കാണുന്നും ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ, വേശ്യ എന്നീ രണ്ട് അതിരുകളുണ്ടല്ലോ, ഈ രണ്ട് അതിരും പൊട്ടിപ്പോയി. അമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ അതിർത്തിക്കകത്ത് ഇനി അമ്മ നിൽക്കില്ല. വേശ്യയെ കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ അതിർത്തിക്കകത്തും അത് നിൽക്കില്ല. ഈ അതിർത്തികളെ പൊട്ടിക്കും. കല ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ വച്ച് നാം ലോകത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന ധാരണകളെ അനുഭവങ്ങളുടെ ഈ വിപുലമായൊരു ലോകത്തിലേക്ക് കടത്തി നിർത്തി അത് നമ്മെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ജീവിതത്തിന്റെ ഈ നിസ്സാരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ മനുഷ്യവംശത്തോളം തന്നെ വലുതാകാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു സാമഗ്രിയാണ് കല. നിങ്ങളുടെ അനുഭവത്തിൽ കെട്ടി മരിക്കാനല്ല, നിങ്ങളല്ലാത്തവരുടെ അനുഭവത്തിന്റെ അനന്തമായ ഒരു ലോകത്തേക്ക് കടന്നു നിൽക്കാൻ നമ്മളെ ക്ഷണിക്കുന്ന ഒരു സാമഗ്രി. അതുകൊണ്ട് കലയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നാം അല്ലാത്തവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എന്ന് പറയാം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. നാം അല്ലാത്തവരുടെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ കടന്നു നിൽക്കലാണ് കല. അപരാനുഭവങ്ങളിലേക്കുള്ള കടന്നു നിൽക്കലാണ്. അപരാനുഭൂതികളെ സ്വാത്മ അനുഭവമാക്കി മാറ്റലാണ്. ഞാൻ നാരായണഗുരുവിന്റെ ഒരു വരി പറയാൻ കേട്ടോ. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം. ഇങ്ങനെ അപരപ്രിയത്തെ ആത്മപ്രിയമാക്കി മാറ്റാനുള്ള ഒരു വഴിയുടെ പേര് കൂടിയാണ് വാസ്തവത്തിൽ കല. അതുകൊണ്ട് കലയിൽ ജീവിക്കുമ്പോൾ നിങ്ങളല്ലാത്ത ഒരു അനുഭവം, നിങ്ങളുടേതല്ലാത്തൊരു അനുഭവ ലോകത്തേക്ക് കടക്കുന്നു. ഇങ്ങനെ രണ്ട് തരത്തിൽ, ഒരു ഭാഗത്ത് പുതിയ ലോകയാഥാർത്ഥ്യത്തെ നിർമ്മിച്ചുകൊണ്ടും മറുഭാഗത്ത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവപരമായ ഇടുക്കങ്ങളിൽ നിന്ന്, ഇത്തിരി വട്ടങ്ങളിൽ നിന്ന് മനുഷ്യാനുഭവത്തിന്റെ വിശാലതയിലേക്ക് നമ്മെ കടത്തി നിർത്തിക്കൊണ്ടും കല സാമൂഹികമായ വലിയ ധർമ്മങ്ങൾ നിറവേറ്റുന്നുണ്ട്. അതല്ലാതെ ഒരാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ വായിച്ച് രസിക്കാൻ ഒരു നോവല്, വേറൊരു പണിയില്ലെങ്കിൽ കുറച്ചു നേരം കാണാനൊരു ചിത്രം, കേൾക്കാനൊരു പാട്ട് എന്ന നിലയിൽ നമ്മുടെ ആസ്വാദ്യതയുടെയും രസനീയതയുടെയും മാത്രം അതിർത്തികൾക്കുള്ളിലല്ല കല നിൽക്കുന്നത്. കലയില്ലാത്ത ലോകം വാസ്തവത്തിൽ അപരാനുഭവങ്ങളില്ലാത്ത ലോകമാണ്. അതാണ് അതിന്റെ കാതൽ. അപരാനുഭവങ്ങളിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലല്ലേ ജീവിക്കാൻ പറ്റൂ. പക്ഷെ അപരാനുഭവങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോയി ജീവിപ്പിക്കുന്ന ഒരു സാമഗ്രിയാണ് കല. ഈ അപരാനുഭവങ്ങളെ ആത്മാനുഭവങ്ങളാക്കി മാറ്റുന്നതിന്റെ പേരാണ് ഒരർത്ഥത്തിൽ നീതി എന്ന് പറയും. എവിടെയോ ഉള്ള ഒരാളുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി തീരുന്നു.
എവിടെയോ ഉള്ള ഒരാളുടെ രോഷം നമ്മുടെ കൂടി രോഷമായിത്തീരുന്നു. ഒരു രക്തസാക്ഷിത്വം, നമ്മുടെ ആരുടേതും അല്ലാത്തൊരു രക്തസാക്ഷിത്വം നമ്മെ ഒലയ്ക്കാൻ തുടങ്ങുന്നു. ഇതാണ് നീതി പ്രവർത്തിക്കുന്ന ഒരു രീതി. അത് ലോകത്തെവിടെയും കലയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് റാസ്കൽനിക്കോഫ് സോണിയയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ. റാസ്കൽനിക്കോഫ് പറയുന്ന ആ വാക്യം കലയുടെ അതിപ്രധാനമായ ഒരു വാക്യമാണ്. റാസ്കൽനിക്കോഫ് പറയുന്നത്, ഞാൻ നിന്റെ മുന്നിലല്ല മുട്ടുകുത്തുന്നത്, യാതന അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിക്ക് മുന്നിലുമായിട്ട് ഞാൻ മുട്ടുകുത്തുന്നു. അപ്പൊ ഇങ്ങനെ കല ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് നിങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിപരമായ ഒരു സങ്കടത്തിന്റെയോ സന്തോഷത്തിന്റെയോ പ്രശ്നത്തെ മനുഷ്യവംശാനുഭവത്തോളം വലുതാക്കുന്നു. അതുകൊണ്ട് നിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ മനുഷ്യവംശത്തിന്റെ മുഴുവൻ മുന്നിലുമായിട്ട് മുട്ടുകുത്തുന്നു എന്നത് കലയെ കുറിച്ച് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് കല എന്നതിനെ ഉപയോഗ്യതയുടെ പ്രത്യക്ഷാർത്ഥങ്ങൾക്ക് അപ്പുറത്തേക്ക് കലയെ സാമൂഹികതയുടെ ഈ രൂപത്തിൽ, കലയ്ക്ക് സാമൂഹികത ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് പൊതുവെ ആളുകൾ പറയുക, കല ഈ സോഷ്യൽ റിയാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നിനെ റിഫ്ലക്ട് ചെയ്യുകയോ അതിനെ വിശദീകരിക്കുകയോ അതിനെ ശക്തിപ്പെടുത്തുകയോ സമരത്തിന് ആളെ കൂട്ടാൻ 4 പടപ്പാട്ടുണ്ടാക്കുകയോ അതൊന്നും മോശമാണെന്ന് പറഞ്ഞുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അതും കല ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തില്ല എന്നതുകൊണ്ട് കലയ്ക്ക് സാമൂഹ്യ ഫലമില്ല എന്ന് കരുതരുത്. കലയ്ക്ക് സാമൂഹ്യ ഫലം ഇങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് ഒരു കാലത്തിന്റെ, ഞാൻ കേസരി പറഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങി വരാം, ഒരു കാലത്തിന്റെ അനുഭവഘടനയെ നിർമ്മിക്കുന്ന ഒരു സാമഗ്രിയായിട്ട് കലയെ കാണണം. അതായത് കലാവസ്തു എന്ന് പറയുന്നത് ഒരു പ്രതിഫലന രൂപമല്ല, ഒരു പ്രതിനിധാന രൂപമല്ല. കലാവസ്തു ഒരു നിർമ്മാണ രൂപമാണ്, ഒരു നിർമ്മാണ സാമഗ്രിയാണ് എന്ന് പറയാം. എങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങളെ കല നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ പറയാവുന്ന ഒരു ലഘുവായ ഉദാഹരണം, ഇപ്പോ രവിവർമ്മ ചിത്രങ്ങളില് ദേവതകളെ വരച്ചതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അങ്ങനെ ദേവതകളെ വരയ്ക്കുകയും ആ ദേവതകൾക്ക് മാനുഷികമായ ഒരു സമീപസ്ഥത നൽകിക്കൊണ്ട് നമുക്ക് കയ്യെത്തിയാൽ തൊടാവുന്ന അകലത്തിലുള്ള രൂപത്തിലേക്ക് ദൈവഭാവത്തെ മാറ്റി വരച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലേക്കും പൂജാമുറികളിലേക്കും ചുമരുകളിലേക്കും ഒക്കെ ദൈവത്തെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് രവിവർമ്മയാണ് എന്ന് പറയാം. കാരണം അതുവരെ ഈ ദൈവത്തിന്റെ രൂപം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തലയുള്ള അല്ലെങ്കിൽ നിരവധി കൈകളുള്ള, നെറ്റിയില് മനുഷ്യർക്ക് 2 കണ്ണാണെങ്കിൽ ദൈവത്തിന് 3 കണ്ണുള്ള, അങ്ങനെ പലതരത്തിൽ മനുഷ്യപ്രകൃതത്തിൽ നിന്ന് വേറിട്ട് മാറിയ ഒരു ദൈവഭാവനയാണ് ഇന്ത്യയില് ദീർഘകാലം നിലനിന്നത്. അപ്പൊ ഈ ദൈവഭാവനക്കെതിരെ മാനുഷികമായ രൂപഭാവങ്ങളിലേക്ക് ദൈവത്തെ അഴിച്ചു പണിതതിന്റെ പേര് കൂടിയായിരുന്നു വാസ്തവത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനത്തിന്റെ സുപ്രധാനമായ ഒരടയാളം മാനുഷികതയുടെ ഈ കടന്നുവരവാണ്. ഇപ്പൊ യൂറോപ്യൻ ചിത്രകലാ ചരിത്രത്തില് ധാരാളമായി ഉദാഹരിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മഡോണ ആൻഡ് ദി ചൈൽഡ് എന്ന് പറയുന്ന ചിത്രപരമ്പരയുണ്ടല്ലോ, കന്യാമറിയവും ഉണ്ണിയേശു, അമ്മയും കുഞ്ഞും. ഇത് ഏതാണ്ട് ഒരു 12-13 നൂറ്റാണ്ട് മുതൽ തന്നെ ഈ രൂപത്തിന്റെ ചിത്രീകരണത്തിന്റെ തെളിവുകൾ യൂറോപ്പില് പലയിടങ്ങളിലായിട്ടുണ്ട്. യൂറോപ്പിലെ പ്രമുഖ ഗാലറികളിലൊക്കെ ഇതുണ്ട്. നിങ്ങൾ ആ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ രസമുള്ള ഒരു കാര്യം കാണാം. അതില് ഒരു 13-ാം ശതകം മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള ചിത്രങ്ങളിൽ പൊതുവിൽ അമ്മയും കുഞ്ഞും വരയ്ക്കപ്പെടുമ്പോ, കന്യാമറിയും ഉണ്ണിയേശുവും വരയ്ക്കപ്പെടുമ്പോ, ഉണ്ണിയേശുവിന്റെ ശരീരം അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞാണ്. 6 മാസമോ 1 വയസ്സോ 1.5 വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരമാണ് ഉള്ളതെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു മാർപ്പാപ്പയുടെ മുഖമാണ്. ചിലപ്പോ ആദ്യഘട്ടത്തിൽ മാർപ്പാപ്പയുടെ ഡ്രസ്സൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ലണ്ടൻ ഗാലറിയിലുണ്ട്. ഏർലി സെഞ്ചുറീസിലെ ചിത്രങ്ങൾ നോക്കിയാൽ മാർപ്പാപ്പയുടെ അലങ്കാര വസ്ത്രങ്ങളും കൂർമ്പൻ തൊപ്പിയും ഒക്കെയുള്ള അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നെ പതുക്കെ തൊപ്പിയെല്ലാം പോവുകയും അലങ്കാര വസ്ത്രങ്ങൾ പതിയെ കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മുഖത്തെ ഗൗരവത്തിനൊന്നും ഒരു കുറവില്ല. ഒരു 35 വയസ്സായ ആളുടെ ഗൗരവമുണ്ട് മുഖത്ത്. സംഗതി 6 മാസേ പ്രായമുള്ളൂ എങ്കിലും. കാരണം ദൈവമാണല്ലോ.
ദൈവത്തിന് അങ്ങനെ കളിചിരിയൊന്നുമില്ല. വളരെ സീരിയസ് ആണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യവും മൂപ്പരുടെ തലയിലാണല്ലോ. അതുകൊണ്ട് മൂപ്പര് വളരെ ഡെഡ്ലി സീരിയസ് ആയ ഒരു രൂപത്തിലാണ്. എന്നാൽ നിങ്ങൾ 16-17 നൂറ്റാണ്ടിലെ മഡോണ ആൻഡ് ദി ചൈൽഡ് കാണുമ്പോൾ, ഇപ്പൊ റാഫേൽ വരയ്ക്കുന്നു, ഡാവിഞ്ചി വരയ്ക്കുന്നു, അവരൊക്കെ വരയ്ക്കുന്ന അമ്മയും കുഞ്ഞും കണ്ടു തുടങ്ങിയാൽ കാണുന്ന വലിയ വ്യത്യാസം, നമ്മുടെ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുന്ന 6 മാസമോ 1 വയസ്സോ പ്രായമുള്ള ശിശുവിന്റെ അതേ ഭാവഭാവങ്ങളിൽ ദൈവം വരാൻ തുടങ്ങും. ഉണ്ണിയേശു അങ്ങനെയാവുന്നു. ഇതെന്താണ് ഇതിൽ വന്ന മാറ്റം എന്ന് ചോദിച്ചാൽ, നവോത്ഥാനം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ദൈവികത മാനുഷികതയുടെ മറുപുറമാണ് എന്നതിന് പകരം സാങ്കേതികമായിട്ട് അപറെന്ന് പറയും, അപരം, അതിന്റെ വിപരീതം. ദൈവികതയും മാനുഷികതയും പരസ്പര വിരുദ്ധങ്ങളാണ് എന്ന നവോത്ഥാന പൂർവ അല്ലെങ്കിൽ ആധുനിക പൂർവ സങ്കല്പത്തിന് പകരം മാനുഷികതയുടെ പൂർണ്ണതയാണ് ദൈവം എന്ന പുതിയ സങ്കല്പമാണ്. ദൈവം ഇല്ലാണ്ടായൊന്നുമില്ല, പക്ഷെ ദൈവം അതറല്ല, മറിച്ച് അതിന്റെ ടോട്ടാലിറ്റിയാണ്. മാനുഷികതയുടെ പൂർണ്ണതയിലെത്തുമ്പോൾ ദൈവമായി. മനുഷ്യന്റെ സൗന്ദര്യം, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ശക്തി, ഇങ്ങനെ മാനുഷികമായ എന്തൊക്കെ സിദ്ധികളുണ്ടോ അതിനെ അതിന്റെ പരമാവധിയിലേക്ക് എത്തിക്കുമ്പോൾ അതാണ് ദൈവികത എന്ന് വരികയും ഈ ദൈവികതയുടെ ആവിഷ്കാരങ്ങളായിട്ട് ദേവരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും വന്നതോടെ മാനുഷികമായ രൂപഭാവത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ണിയേശുവിനെ സങ്കല്പിക്കാം എന്ന് വന്നു. എന്നാൽ അതിനു മുമ്പ് 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ നവോത്ഥാനത്തിന്റെ അരങ്ങൊരുങ്ങുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യരും പരസ്പര വിരുദ്ധ ഗണങ്ങളാണ്. ഇപ്പോ അക്കാലത്തെ രേഖാചിത്രങ്ങളില്, ഡ്യൂററൊക്കെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ദൈവത്തിന് പൊതുവെ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട്, ഈ മനുഷ്യനും പിശാചിനും ഏതാണ്ട് ഒരേ ഐക്കണോഗ്രഫിയാണ്. അതിൽ തെറ്റു പറഞ്ഞുകൂടാ. എങ്കിലും മനുഷ്യരൂപം എന്ന് പറയുന്നത് പിശാച രൂപങ്ങളെ പോലെ കൂർത്തുമൂർത്ത് എല്ലുന്തി കണ്ടാൽ പേടിയാവുന്ന തരം ഭാവഭാവങ്ങളിലാണ് പിശാചും അതെ, ദൈവവും അല്ല, മനുഷ്യനും അതെ. നവോത്ഥാനത്തോടെ ഐക്കണോഗ്രാഫിക് പാറ്റേൺ മാറുന്നു. അതിൽ പിശാച് ഒറ്റക്കാവുന്നു, ദൈവവും മനുഷ്യനും ഏതാണ്ട് ഒരേ പാറ്റേണിലേക്ക് വരുന്നു. ഈ മാറ്റം ഏതെങ്കിലും ചില ചിത്രകാരന്മാര് തങ്ങളുടെ സ്വകാര്യ ബോധ്യങ്ങളിൽ വരുത്തിയ മാറ്റത്തിന്റെ മാത്രം ഫലമല്ല, മറിച്ച് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നവോത്ഥാനം ഉണ്ടാക്കിയ സുപ്രധാനമായ ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ, മാനുഷികതയുടെ പൂർത്തീകരണത്തിലാണ് ദൈവികത, അല്ലാതെ മാനുഷികതയുടെ മറുപുറല്ല. അത് ആധുനികതയ്ക്ക് മുമ്പുള്ള, നവോത്ഥാനത്തിന് മുമ്പുള്ള ഒരു പ്രധാന വീക്ഷണമാണ്. ആധുനികത ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ നവോത്ഥാനം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം മനുഷ്യനെ കേന്ദ്രമാക്കി എന്നുള്ളതാണ്. മാൻ ഈസ് ദ മെഷർ എന്ന് പറയുന്ന പഴയ പ്രൊട്ടഗോറസിന്റെ പ്രമാണം ഉണ്ടല്ലോ, മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്, എല്ലാറ്റിന്റെയും മാനദണ്ഡം മനുഷ്യനാണ്. ആ മാനുഷികതയെ ഒരു പ്രമാണമാക്കിയതോടെ ദൈവത്തെ മാനുഷികമായി കാണണം, അല്ലാതെ ദൈവത്തെ മനുഷ്യരുടെ അപരത്തിലല്ല കാണേണ്ടത്. 2 കണ്ണുള്ള മനുഷ്യന് പകരം 3 കണ്ണുള്ള ദൈവം, അത് പറ്റാണ്ടാവും. ഞാനത് ഇല്ലാണ്ടായി എന്ന് പറയല്ല കേട്ടോ, മറിച്ച് മാനുഷികതയുടെ ഭാവം എങ്ങനെ ദൈവഭാവനയിലേക്ക് വന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് രവിവർമ്മ നവോത്ഥാന കലയിലേക്ക് എത്തുമ്പോഴേക്കും ഈ പറയുന്ന വിദൂര ഐതിഹ്യാത്മകമായ കേൾക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു സൗകര്യമാണല്ലോ. വൈലോപ്പിള്ളി കവിതയിൽ പറയുന്നുണ്ട്, എന്നോട് ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന്. അങ്ങനെ കേൾക്കണമെന്നില്ല. അപ്പൊ മാനുഷികമായ ഒരു സമീപസ്ഥതയിലേക്ക്, ഐതിഹ്യാത്മകമായ ഒരു മിത്തിക്കൽ ഡിസ്റ്റൻസിലാണ് പഴയ ദൈവങ്ങൾ നിലനിൽക്കുന്നത്. കാരണം 2 കൈയല്ല, 4 കൈയോ 8 കൈയോ 16 കൈയോ ഒക്കെയാണ്. അതൊരു മാനുഷിക പ്രകൃതി അല്ല. ഒരു ശിരസല്ല, പല ശിരസാണ്. 2 കണ്ണല്ല, പല കണ്ണുകളാണ്. അപ്പം ഐതിഹ്യാത്മകമായ ഒരു അകലത്തിൽ നിൽക്കുന്ന, ഈ അകലമാണ് അമ്മയുടെ ഒക്കത്തിരിക്കുന്ന 6 മാസം പ്രായമുള്ള ശിശുവിന്റെ രൂപത്തിലേക്ക് ഒരു 30 വയസ്സുകാരന്റെ ഗൗരവത്തെ കൂട്ടിയിണക്കുന്നതിലുള്ളത്. അതിൽ നിന്ന് മാനുഷികമായ പ്രകൃതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നു എന്നതാണ് ഒരർത്ഥത്തിൽ സംഭവിക്കുന്ന മാറ്റം. ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് മനസ്സിലാവണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ 18-ഉം 19-ഉം നൂറ്റാണ്ടിലെ
കമ്പനി ചിത്രകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവരോടൊപ്പം ഇന്ത്യയിൽ വരികയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങളും മറ്റുമൊക്കെ ചിത്രീകരിക്കുകയും ചെയ്ത ഒരു കൂട്ടം ചിത്രകാരന്മാർ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലുണ്ട്. അവരെ പൊതുവെ കമ്പനി പെയിന്റേഴ്സ് എന്നാണ് അറിയപ്പെടുക, കമ്പനി ചിത്രകല. അവര് ഇന്ത്യയിലെ ദേവതാരൂപങ്ങളെ വരച്ചതിനെ കുറിച്ച് ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഇന്ത്യയിലെ അല്ല, ലോകത്തെ വളരെ പ്രമുഖനായ ഒരു ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ പേര് പാർത്ഥാമിറ്റർ എന്നാണ്. പാർത്ഥാമിറ്റർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് അതിദൂഷിത ദൈവങ്ങൾ, അതിദൂഷിത രാക്ഷസ പ്രകൃതികൾ എന്നാണ്, മച്ച് മലൈൻഡ് മോൺസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ കമ്പനി സ്കൂൾ ചിത്രകാരന്മാര് ഇന്ത്യയിലെ ദേവതാരൂപങ്ങളെ അവര് വരച്ച സമയത്ത് ഏതാണ്ട് പാശ്ചാത്യ ദേശത്തെ രാക്ഷസ പ്രകൃതികളുടെ സ്വഭാവ ഘടനയ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ പിശാചഭാവങ്ങളിൽ ഈ രൂപങ്ങൾ വരയ്ക്കുകയും ഇതാണ് ഇന്ത്യൻ ദേവതാരൂപങ്ങളെന്ന് യൂറോപ്പിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് വഴി യൂറോപ്പ് അതിൻ്റെ സ്വന്തമായ മഹിമയെയും ഇന്ത്യ പ്രാകൃതമായ ഒരു സമൂഹമാണ് എന്ന ധാരണയെയും യൂറോപ്പിൽ ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? യൂറോപ്പ് സ്വയം ജനാധിപത്യം അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ്. ഇന്ത്യയെ കോളനിയാക്കി വെച്ച് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ കോളനിയാക്കി വെച്ച് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊള്ള ന്യായമാണ് എന്നാണ് യൂറോപ്പ് സ്വയം കരുതിയിരുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയതിനെ വിശദീകരിക്കാൻ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടെർമിനോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മാൻസ് ബർഡൻ എന്നാണ്. വെളുത്തവന്റെ ഭാരം. എന്താണ് വെളുത്തവന്റെ ഭാരം? ഇന്ത്യക്കാർക്ക് സംസ്കാരമില്ല, ഭാഷയില്ല, വിദ്യാഭ്യാസം ഇല്ല, ശാസ്ത്രബോധമില്ല, അതുകൊണ്ട് സ്വയം ഭരിക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ ഒരു പ്രാകൃത സമൂഹത്തെ ഭരിച്ച് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഭാരമാണ്, എന്നാലും ഭരിക്കുകയാണ്, വൈറ്റ് മാൻസ് ബർഡൻ എന്നൊരു സിദ്ധാന്തം. ഇത് കേൾക്കുമ്പോൾ ഇന്ന് തമാശയായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ഓർക്കണം കേട്ടോ, 150 കൊല്ലം ഇന്ത്യയിലെ സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു സിദ്ധാന്തമാണിത്. പഠിച്ച് വഷളായി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇങ്ങനെ ഇത് പഠിപ്പിച്ചിരുന്നതാണ്. ഇങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങൾ അസംബന്ധങ്ങൾ പഠിപ്പിക്കുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നു. അതിന് നിവൃത്തിയൊന്നുമില്ല. ഞാൻ പണ്ട് പാരൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്നസെന്റ് പ്രസംഗിക്കാൻ വന്നു. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ് ആയപ്പോ പഠിപ്പ് നിർത്തി. എന്താ കാരണം എന്ന് വെച്ചാൽ 8ാം ക്ലാസ് ആയപ്പോ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. മനസ്സിലാവാത്ത ആളുകൾ 10ാം ക്ലാസ് MA PhD എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ട്. അതൊരു ചെറിയ ചോദ്യമല്ല വാസ്തവത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്ത്രീധനം ചോദിച്ച് ഒരു കുഞ്ഞിനെ കൊന്ന ആൾക്ക് MBBS ഉണ്ട്. എന്തിനായിരുന്നു പഠിച്ചത്? നോക്കൂ, പാഴായിപ്പോയ അറിവാണ് കേട്ടോ. പണ്ട് വള്ളത്തോള് കവിതയിൽ എഴുതുന്നുണ്ട്, ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മെ. അതുകൊണ്ട് നിങ്ങളുടെ അവബോധത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയതിനു ശേഷം അവനവന്റെ ജാതിയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി എന്ന് ഒരുത്തം കരുതി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ പഠിച്ചിട്ട് എന്താ കാര്യം? രമണ മഹർഷി അധികം പഠിച്ചിട്ടൊന്നുമില്ല, 4ാം ക്ലാസ് വരെ മറ്റോ പഠിച്ചിട്ടുള്ളൂ. രമണ മഹർഷിയോട് എനിക്ക് ചോദിച്ചു, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ്? മറ്റുള്ളവരെ അങ്ങ് എങ്ങനെയാണ് പരിഗണിക്കുക, കൈകാര്യം ചെയ്യുക, പരിചരിക്കുക? രമണ മഹർഷി ഒരു ചെറിയ വാക്യോത്തരായിട്ട് പറഞ്ഞു, there is no other. മറ്റുള്ളവർ എന്നൊരു ഗണമില്ല. നോക്കൂ, ആ ഉത്തരത്തെക്കാൾ വലിയ ഒരു ഉത്തരവും പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എന്ത് പഠിച്ചാലും പറയാവുന്ന ഉത്തരത്തിന്റെ എത്രയോ മുകളിലാണ് ഉത്തരം, there is no other. അത് വെറുതെ അലങ്കാരമായിട്ട് പറയണല്ലോ. ഇപ്പൊ എന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന പേരാണ്, അല്ലാതെ എൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു സംഗതിയുടെ പേരല്ല എൻ്റെ പേര്. എന്നെ വിളിക്കുന്ന പേരാണ്. വിളിക്കാൻ ഒരാളുണ്ടെങ്കിലേ പേരുള്ളൂ. നമ്മളത് ഓർക്കാറില്ല. നോക്കൂ, നിങ്ങൾക്ക് മനോഹരായ പേരുണ്ട്, നിങ്ങളുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 2-3 തവണയൊക്കെ അവനവന്റെ പേര് വിളിച്ച് ആനന്ദിക്കാം എന്നല്ലാതെ പിന്നെ പേരുകൊണ്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിച്ചാലേ പേരുണ്ടാവുള്ളൂ. വിളിച്ചാണ് ഈ പേരൊക്കെ വലിയ പേരായതെന്ന് വലിയ പേരുകാർ ഓർക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം. ഇപ്പൊ അങ്ങനെ ഒരു ഓർമ്മ വളരെ കുറവാണ്, സ്വയമേവ ഉള്ളതാണ്. KGS കവിതയിൽ ചോദിക്കുന്നുണ്ട്, ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട്. അത് കഴിഞ്ഞാലോ
അത് കഴിയുന്നില്ലല്ലോ. അത് കഴിയണ്ടേ? ഇങ്ങനെ പെരുകി വരുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ പെരുകി വരുന്ന ഒരു ഞാനിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന സാമഗ്രിയാണ് കല എന്നാണ് ഞാനീ പറഞ്ഞത്. നിങ്ങളെ ലോകത്തിലേക്ക് അത് തുറക്കും. ഇപ്പൊ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നിൽക്കുന്ന എന്തോ ഒരു സാധനമാണെന്നും അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കുറച്ച് എന്താ പറയാ വസ്തുതകളൊക്കെ പഠിച്ച് മനസ്സിലാക്കണമെന്നും അല്ല ചരിത്രത്തെ കാണേണ്ടത്. നമ്മുടെ വിഷയം ചിത്രകലയും സംസ്കാര ചരിത്രവും എന്നാണല്ലോ. നവോത്ഥാനത്തിന്റെ കേന്ദ്രത്തിലേക്ക്, ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് മനുഷ്യൻ കയറി വരികയും അക്കാലം വരെ മതം, പൗരോഹിത്യം, ആചാരങ്ങൾ, അങ്ങനെയുള്ള വിശ്വാസ രൂപങ്ങൾ ഇതൊക്കെ നിയന്ത്രിച്ചിരുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ കാതലായി മനുഷ്യൻ എന്ന പുതിയ പ്രമാണം വരികയും ചെയ്തതാണ് നവോത്ഥാനത്തിന്റെ ആകത്തുക. വളരെ സിമ്പിളാണ്. നവോത്ഥാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മഹത്വമാണ്. ജാതിയല്ല, മതമല്ല, ആചാരമല്ല, പുരോഹിതനല്ല, ദൈവമല്ല, മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം എന്ന് സനാഉള്ള മക്തി തങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വലിയ നവോത്ഥാന ചിന്തകൻ പറയുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമിനകത്ത നവോത്ഥാന പണ്ഡിതന്മാരിൽ ഒരാളാണ്. മൂപ്പര് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറബിയിൽ പ്രാർത്ഥിക്കരുത്, മലയാളത്തിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് പുള്ളി പറഞ്ഞത്, അറബിയിൽ പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ പ്രാർത്ഥിക്കണ എന്താന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, എനിക്ക് മനസ്സിലാവില്ല. പിന്നാലെയാണ് ഈ മാരകമായ വാക്യം വരുന്നത്, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. അതായത് ദൈവം എന്ന് പറയുന്നത് ഒരു മന്ത്രവാദത്തിന്റെ പേരല്ല, ഒരു പുരോഹിതന്റെ പേരല്ല, ഒരു ക്ഷേത്രത്തിന്റെ പേരല്ല, മറിച്ച് മനുഷ്യാനുഭവമായി തീരുന്ന ഒന്നാണ് ദൈവം. അങ്ങനെ മനുഷ്യാനുഭവമായി തീരുന്ന ദൈവത്തെ ചിത്രത്തിൽ വരച്ച ഒരാളുടെ പേരാണ് രവിവർമ്മ. അങ്ങനെ മനുഷ്യാനുഭവമായി തീരുന്ന ദൈവത്തെ, ദൈവഭാവനയെ ചിത്രകലയിലേക്ക് കൊണ്ടുവന്നതാണ് ഒരുപക്ഷെ മഡോണ ആൻഡ് ദി ചൈൽഡ് എന്ന് പറയുന്ന പരമ്പരയിൽ 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ വന്ന മാറ്റം. അതല്ലാതെ മാറി വരുന്ന ചരിത്രത്തെ അതേപടി വരച്ചു വെച്ചിട്ടല്ല. കലയിൽ ചരിത്രം തെളിയുന്നത് ഇങ്ങനെ മാറി വരുന്ന ലോകത്തെ അതേപടി വരച്ചിട്ടല്ല, മറിച്ച് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് 18ഉം 19ഉം നൂറ്റാണ്ടുകളില് കമ്പനി സ്കൂൾ ചിത്രകാരന്മാര് ഇന്ത്യയിലെ ദേവതാരൂപങ്ങളെ വികൃത രൂപികളാക്കി വരയ്ക്കുന്നത് യൂറോപ്യൻ സാമ്രാജ്യാധിപത്യത്തിന്റെ രാഷ്ട്രീയ യുക്തിക്ക് ഒരു ദൃശ്യപരമായ ഉള്ളടക്കം കൂടി നൽകിക്കൊണ്ടാണ്. മച്ച് മലൈൻഡ് മോൺസ്റ്റേഴ്സ്. ഈ പ്രാകൃത രൂപികളെ ദൈവങ്ങളായി ആരാധിക്കുന്ന ഒരു ജനതയ്ക്ക് സംസ്കാരം ഉണ്ടായിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തങ്ങൾക്ക് അവരെ ഭരിക്കാനുള്ള സ്വാഭാവികമായ ന്യായവും അർഹതയും ഉണ്ട് എന്ന് ഈ ചിത്രം കാണുന്നവർക്കും തോന്നും. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൊള്ളയടിക്കുകയാണെന്നല്ല, മറിച്ച് ഞങ്ങൾ അവരെ നേർവഴിക്ക് നയിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാനുള്ള ഒരു വഴിയായിട്ട് ചിത്രം മാറിത്തീരുന്നു എന്നതാണ് കമ്പനി സ്കൂൾ ചിത്രകലയുടെ ഒരു താല്പര്യം എന്ന് അദ്ദേഹം ആ പഠനത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് കലയില് സാമൂഹ്യ ചരിത്രം വരുന്നത് കാണാം. അതല്ലാതെ കലയിലെ സാമൂഹ്യ ചരിത്രം എന്ന് പറയുന്നത് സാമൂഹ്യ ചരിത്രത്തിലെ പ്രശ്നങ്ങൾ അതേപടി ചിത്രകാരന്മാരോ ചിത്രകാരികളോ വരച്ചു വെക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ വരച്ചു വെക്കുക, അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ചില വിപ്ലവങ്ങളെ കുറിച്ച് ചിത്രകാരന്മാർ വരയ്ക്കുന്നുണ്ട്, ചില സമരങ്ങൾ ചിത്രങ്ങളുടെ ഭാഗമാകുന്നുണ്ട്, കൊടി പിടിച്ച് നീങ്ങുന്ന മനുഷ്യർ വരുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നതിന്റെ ചിത്രങ്ങളുണ്ട്. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ അങ്ങനെ വരയ്ക്കുന്നതിൽ മാത്രമേ സാമൂഹിക അർത്ഥമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. രവിവർമ്മ ലക്ഷ്മിയെ, സരസ്വതിയെ വരയ്ക്കുകയും അത് കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിലെ മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരയ്ക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മാറ്റം, ഐതിഹ്യാത്മകമായ അകലത്തിൽ ഏതോ വിദൂര ലോകത്ത് നിന്നിരുന്നൊരു ദൈവത്തെ നമ്മുടെ സാമൂഹികമായ സമീപസ്ഥതയിലേക്ക് കൊണ്ടുവരികയും, ഞാനൊരു സാങ്കേതിക വാക്ക് പറഞ്ഞാൽ മാനുഷികമായ ഒരു ഇമ്മീഡിയസി, മാനുഷികമായ ഒരു ആസന്നത, കയ്യെത്തിയാൽ തൊടാവുന്ന അകലത്തിലുള്ള മനുഷ്യരെ പോലെ തന്നെയാണ് ഈ ദൈവങ്ങൾ എന്ന രൂപം എന്ന ഒരാശയം ചിത്രത്തിലൂടെ പതുക്കെ പതുക്കെ തെളിയുകയും ചെയ്യും. അങ്ങനെ ദൈവം മനുഷ്യന്റെ വിപരീതം എന്നതിൽ നിന്ന് ദൈവം മനുഷ്യന്റെ പൂർത്തി എന്നതിലേക്ക് വരികയും, ദൈവികതയെ നിങ്ങൾക്ക് എവിടെ കാണാം എന്ന് ചോദിച്ചാൽ അത് പൂജാമുറിയിലല്ല, അത് ക്ഷേത്രത്തിലല്ല, അത് അപ്പുറം ഇരിക്കുന്ന മനുഷ്യരിലാണ് എന്ന് വരികയും ചെയ്യും. അപ്പോഴാണ് അതിന് വലിയ മാറ്റം വരുന്നത്.
അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നുള്ളൂർ എഴുതിയതിന്റെ വേറൊരു രൂപം കൂടിയാണ് രവിവർമ്മ വരച്ചതിലും 16 17 നൂറ്റാണ്ടിലെ ഈ മഡോണ ആൻഡ് ദി ചൈൽഡ് പരമ്പരയിലും നമ്മൾ കാണുന്നത്. ദൈവത്തെ നിങ്ങൾ എങ്ങനെ കാണും? സമീപകാലത്ത് കൽപ്പറ്റാനാരായണ മാഷ് ഒരു വരി കവിതയിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞു, വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. ഞാൻ ദൈവവിശ്വാസിയായ ഒരാളല്ല കേട്ടോ, പക്ഷെ ദൈവത്തെ ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതിന്റെ ഏറ്റവും ഉയർന്ന ആവിഷ്കാരങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഈ വരിയെ കാണുന്നു. വീണപ്പോൾ താങ്ങിയ ഒരപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. അപ്പൊ ഇത് ദൈവത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. വലിയ എഴുത്തുകൾ അങ്ങനെയാണ്, അത് പറയുന്നില്ല. കസൈൻ സാക്സ് ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. കസൈൻ സാക്സിന്റെ ഒരു നായകൻ ദൈവത്തെ തെരഞ്ഞിങ്ങനെ ലോകം മുഴുവൻ നടക്കുന്നു, പലയിടങ്ങളിലും അലഞ്ഞു നടക്കുന്നു, അയാൾ ദൈവത്തെ കാണുന്നേയില്ല. അവസാനം അയാൾ ക്ഷീണിതനായിട്ടൊരു വലിയ മരത്തിന്റെ ചോട്ടില് ക്ഷീണിച്ചിരിക്കുന്നു. അയാൾ ആകാശത്തേക്ക് നോക്കുന്നു, മരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, തണല് തരുന്നു, മരത്തിൽ നിറയെ പച്ചിലകള്, ഇങ്ങനെ മരം സമൃദ്ധമായി നിൽക്കുന്നു. അപ്പൊ അയാൾ ആ മരത്തോട് പറയുന്നു, വൃക്ഷമേ നീ എന്നോട് ദൈവത്തെ കുറിച്ച് പറയും. കസൈൻ സാക്സ് പിന്നെ ഒറ്റ വരി എഴുതുന്നുള്ളൂ, ആ വരി ഇതാണ്, അപ്പോ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു. ഇതിൽ ദൈവത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ദൈവം എന്നൊരു ആശയത്തിന് കൊടുക്കാവുന്ന പ്രാകൃതികമായ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണ്. അപ്പോ ആ മരത്തിൽ നിറയെ പൂക്കൾ വിടർന്നു. അപ്പൊ ഇവിടേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ അനുഭവ പ്രപഞ്ചത്തിലേക്ക് കല ദൈവത്തെ കൊണ്ടുവരികയും ഒരുപക്ഷെ നവോത്ഥാനം എന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനം ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളെ കല അതിൻ്റെ ഒരു രൂപത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യും. അതല്ലാതെ പുറത്ത് നടക്കുന്ന ഒരു സമരത്തെയോ പുറത്ത് നടക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവത്തെയോ സാമൂഹ്യ പ്രശ്നത്തെയോ അതേപടി പകർത്തി വയ്ക്കുമ്പോൾ മാത്രമേ കലയ്ക്ക് സാംസ്കാരികമോ ചരിത്രപരമോ ആയ ഉള്ളടക്കമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടും നിങ്ങൾക്ക് വിപ്ലവത്തെക്കുറിച്ച് പറയാമെന്നതാണ് കലയുടെ ഒരു സാധ്യത. അപ്പൊ കേരളത്തിൽ അത് ചെയ്ത ഒരാളായിരുന്നു കുമാരനാശാൻ. ആശാൻ മരിച്ചതിന്റെ ശതാബ്ദി വരികയാണ്. ആശാൻ 917 ലീലാകാവ്യം എഴുതുന്നത്. ആ കവിതയിലെ ആദ്യത്തെ വരി പ്രണയപരവശേ ശുഭം എന്നാണ്. വാസ്തവത്തിൽ കേരളത്തിൽ പ്രണയം എന്ന വാക്കൊന്നും ഒരാൾ ഉപയോഗിക്കാത്തൊരു കാലത്താണ് കുമാരനാശാൻ പ്രണയം എന്ന് മാത്രമല്ല പ്രണയപരവശേ ശുഭം. മലയാളിയുടെ പ്രണയത്തെ 1930കളിൽ രൂപപ്പെടുത്തിയത് ഒരൊറ്റ കവിതയാണ്. അതിന്റെ പേര് രമണൻ എന്നാണ്. ആ കവിത രൂപപ്പെടുത്തിയോളം 40കളിൽ മലയാളിയുടെ പ്രണയത്തെ ഒരു കവിതയും രൂപപ്പെടുത്തിയിട്ടില്ല. ഒരു പ്രണയാവിഷ്കാരം ഉള്ളതിനെ ഒന്നും പകർത്തി വെക്കുകയല്ല കേട്ടോ. നിങ്ങൾ രമണൻ സൂക്ഷിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അത് കേരളത്തിൽ നടക്കുന്ന കാര്യമേ അല്ല. കാരണം കേരളത്തിൽ ആട്ടിടയന്മാരും ഇല്ല, ആടുമേക്കലും ഇല്ല, ഇമാരും ഒരു കലാപരിപാടിയില്ല. പക്ഷെ രമണൻ വായിച്ച കേരളത്തിലെ ഒരു കുഞ്ഞും ഇത് കേരളം അല്ലെന്നൊന്ന് ആലോചിച്ചിട്ടില്ല. ഇവിടെ ആടെവിടെ ആട്ടിടയൻ എവിടെയെന്ന് സങ്കല്പിച്ചിട്ടില്ല. കാനഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ എന്ന് എല്ലാവരും കൂടെ ചോദിച്ചു. അല്ലാതെ ആടെവിടെ എന്നാരും ചോദിച്ചില്ല. കാരണം കല വേറൊരു ലോകം സൃഷ്ടിക്കും. അത് നിങ്ങളല്ലാത്തതിലേക്ക് കൊണ്ടുപോകും. അവകൾ കിനാവുകൾ എന്നാൽ ശാസ്ത്രം കളവുകൾ എന്നാൽ ലോകചരിത്രം, അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര സ്വപ്നം. അത് കല ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് കലയ്ക്ക് സാമൂഹികമായ പ്രവർത്തനാശേഷി വരുന്നത്. അപ്പോ ചരിത്രം ചിത്രത്തിൽ എങ്ങനെയാണ് ഇടം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 തരത്തിലെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പ്രമേയമായിട്ട്, ഇപ്പൊ ഏതെങ്കിലും സവിശേഷ പ്രമേയങ്ങളെ ഏറ്റെടുത്തിട്ട് ആ പ്രമേയങ്ങളെ ആവിഷ്കരിക്കുക വഴി ഒരു സാമൂഹ്യ സന്ദർഭത്തെ നേരിട്ട് പ്രകാശിപ്പിക്കാം. ലോക ചിത്രകലയിൽ ഏറ്റവും പ്രസിദ്ധമായ അതിൻ്റെ ഒരു ഉദാഹരണം പിക്കാസോയുടെ ഗുർണിക്കയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്പെയിനിലെ ഗുർണിക്ക എന്ന് പേരായ ഒരു സ്ഥലത്ത് ഫാസിസ്റ്റുകൾ അവിടെ ബോംബിട്ട് തകർക്കുന്നു. അത് തവിടുപൊടിയായി തീരുന്നു, ഇന്നത്തെ ഗാസ പോലെ എന്ന് പറയാം. ഗാസയൊന്നും നമ്മൾ ഓർക്കുന്നില്ല. പലസ്തീൻ പിളർത്തി ഇസ്രായേൽ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് ലോകത്ത് ആദ്യം പറഞ്ഞ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അയാളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അയാളെ വെടിവെച്ച് വന്നിട്ടാണ് നമുക്കൊരു ആശ്വാസമായത്. ഇനി ആ കൊലക്കേസിലെ പ്രതി എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്ഥാനമേൽക്കുക എന്നേ ബാക്കിയുള്ളൂ. പാർലമെന്റില്
സെൻട്രൽ ഹാളില് ഗാന്ധിയുടെ ചിത്രത്തിന്റെ നേരെ അപ്പുറത്ത് മൂപ്പരുണ്ട് ചിത്രമായിട്ട്. ഇനി ഗാന്ധി എന്ന് റീപ്ലേസ് ചെയ്യും എന്നതാണ് ഒരു പക്ഷേ ബാക്കിയുള്ള ചോദ്യം. 13 തവണയോ മറ്റോ മാപ്പെഴുതി കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ വിളിക്കുന്നത് വീരൻ. ഒരു വാക്ക് തിരിയണം, തിരിയല. വാക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഗാന്ധി ഉണ്ടാക്കിയ ഒരു വാക്കായിരുന്നു സ്വാശ്രയം. ഇന്നിപ്പോ എന്തായി? കേരളത്തില് വള്ളത്തോൾ കവിത എഴുതി, ഞങ്ങൾ നൂറ്റ നൂല് കൊണ്ട് ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരു അന്ത്യാവരണം. ഞങ്ങൾ നൂല് നൂറ്റ് അതുകൊണ്ട് വസ്ത്രം നെയ്ത് അതിനെ അനീതിയുടെ ശവക്കച്ചയാക്കി മാറ്റുന്നായിരുന്നു സ്വാശ്രയം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തോട് ദരിദ്രനാരായണന്മാർക്ക് പടപൊരുതി നിൽക്കുന്നതിനുള്ള സമരായുധം എന്ന് സങ്കല്പിക്കപ്പെട്ടതാണ് സ്വാശ്രയം. ഇപ്പൊ എന്തായി? 10 ലക്ഷം രൂപ കൈക്കൂലി എടുത്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജിന്റെ പേരല്ലേ അത്? വേറെ എവിടെയെങ്കിലും ഈ വാക്ക് ബാക്കിയുണ്ടോ? അങ്ങനെ പലതും തിരിഞ്ഞു വരും. അങ്ങനെ ഒരു വാക്ക് തിരിഞ്ഞു വരുന്നതാണ് ഈ വീരൻ എന്നത്. ധൈരിക വീര പോരിന് വാട എന്ന് പഴയൊരു പാട്ടുണ്ട്. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്രായേൽ ഗാസയെ തവിടുപൊടിയാക്കിയതുപോലെ അന്ന് ഫാസിസ്റ്റുകൾ ഗുർണിക്ക എന്ന നഗരത്തെ ബോംബിട്ട് തകർത്തു. പിക്കാസോ ചിത്രം വരയ്ക്കുകയും ആ ചിത്രം ഗുർണിക്ക എന്ന പേരിൽ ലോകപ്രസിദ്ധാവുകയും ചെയ്തു. ആ ചിത്രം കണ്ട ഫാസിസ്റ്റ് പട്ടാള ഉദ്യോഗസ്ഥന്മാരിൽ ഒരാള് പിക്കാസോയോട് ചോദിച്ചു അത്ര, ആരാണ് ഇത് ചെയ്തത്? ആര് വരച്ചു എന്നുള്ള അർത്ഥത്തിലാണ് മൂപ്പര് ചോദിച്ചത്. പിക്കാസോ പറഞ്ഞു, നിങ്ങളാണ് ഇത് ചെയ്തത്. ഇങ്ങനെ ഒരു കലാവസ്തു പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഈ ഫാഷിസ്റ്റ് വിരുദ്ധമായ യുദ്ധത്തിനെതിരായിട്ടുള്ള മനുഷ്യവംശത്തിന്റെ ഏറ്റവും വലിയ പ്രചോദന സ്ഥാനങ്ങളിലൊന്നായിട്ട് ആ ചിത്രം നിൽക്കുന്നു. ഇങ്ങനെ ചില കലാവസ്തുക്കൾക്ക് സാമൂഹ്യ ചരിത്രത്തെ ആ നിലയിൽ ഏറ്റെടുക്കാനും അതിന് ഇമ്മീഡിയറ്റ് ആയ ഒരു ആവിഷ്കാരം നൽകാനും അതുവഴി സംസ്കാരത്തിന്റെ സമൂഹ ചരിത്രത്തിന്റെ അടയാളങ്ങളെ ലോകത്തിന്റെ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും. അത് കലയുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷം എന്നതിനേക്കാൾ പരോക്ഷമായ സൂചനകളാണ് പ്രമേയതലത്തിൽ. ഇപ്പോൾ കേരളത്തിൽ അതിലൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാവുന്നത് രവിവർമ്മയുടെ അതിപ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന്റെ പേര് ഹിയർ കംസ് പപ്പ, അച്ഛൻ വരുന്നു എന്നാണ്. നിങ്ങൾ ആ ചിത്രം ചിലപ്പോൾ കണ്ടു കാണായിരിക്കും. ഒക്കത്തൊരു കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന രവിവർമ്മയുടെ മകള് തന്നെയാണ് അതിന് മോഡലായിട്ടുള്ളത്. ഒരു സ്ത്രീ നിൽക്കുന്നു, അവരുടെ ഒക്കത്തൊരു കുഞ്ഞുണ്ട്, താഴെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, അപ്പുറത്ത് ചെറിയ ചെടികളൊക്കെ ഉണ്ട്. അവരിങ്ങനെ പുറത്തേക്ക് വിരല് ചൂണ്ടുന്നുണ്ട്. വിരല് ചൂണ്ടുന്ന ആ ചിത്രത്തിന് രവിവർമ്മ കൊടുത്ത പേര് ഹിയർ കംസ് പപ്പ, അതാ അച്ഛൻ വരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് പിന്നീട് പല കലാനിരൂപകന്മാരും പറഞ്ഞൊരു കാര്യം, മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള കേരളത്തിന്റെ ഒരു ട്രാൻസിഷൻ, ഒരു പരിവർത്തന ദശയാണല്ലോ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം എന്ന് പറയും. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവിന് പകരം അച്ഛൻ വരുന്നു എന്നുള്ളതാണ്. അമ്മാവിന്റെ അധികാരത്തെ റദ്ദാക്കിക്കൊണ്ട് അച്ഛന്റെ അധികാരം കേന്ദ്രത്തിലേക്ക് വരുന്നു. അതത്ര നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല സംശയമുണ്ട്. എന്നാലും അന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. കാരണം അന്ന് അച്ഛൻ അത്ര നല്ല അച്ഛനായില്ല എന്നുള്ളതാണ് പിന്നെ നോക്കുമ്പോൾ സ്ത്രീകൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യം. എങ്കിലും അന്ന് അത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമായിട്ടാണ് കണ്ടത്. മരുമക്കത്തായത്തിന്റെ കഥ പറഞ്ഞപ്പോ ഒരു രസം പറയാം കേട്ടോ. ഒരമ്മാവനും മരുമോനും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. മരുമോൻ ഭയങ്കര തെമ്മാടിയായിരുന്നു. അപ്പൊ അമ്മാവനുമായിട്ട് ഭയങ്കര വഴക്കാണ്. അപ്പൊ അമ്മാവൻ നോക്കുമ്പോ ഒരു ദിവസം മരുമകൻ ഭാഗവതം വായിക്കുന്നു. ഭാഗവതം വായിക്കുന്നുണ്ടപ്പോ അമ്മാവിന് സന്തോഷമായി. നന്നാവുന്നതിന്റെ അടയാളാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഭാഗവത വായനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അമ്മാവൻ മരുമനോട് ചോദിച്ചു, ഭാഗവതം വായിച്ചു കഴിഞ്ഞു, എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പൊ മരുമൻ പറഞ്ഞു, വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാം. ഇത് തെറ്റൊന്നുമല്ല കേട്ടോ. കൃഷ്ണൻ ചെയ്ത ഒരു കാര്യം അതാണ്. കൃഷ്ണൻ ചെയ്യുന്ന ഒരു കാര്യം അമ്മാവനെ കൊന്നിട്ട് അധികാരം കൈക്കലാക്കലാണ്. അത് മരുമൻ മനസ്സിലാക്കിയതിന്റെ തെറ്റൊന്നുമല്ല, അത് അതിലുള്ളതാ. നിങ്ങൾ വേറെ എന്തോ ആണ് മനസ്സിലാക്കിയത്. അതിന് ഇന്നസെന്റ് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ് എന്നതാണ് ഇതിനകത്തുള്ള പ്രശ്നം. എന്തായാലും ഈ അമ്മാവനിൽ നിന്ന് അച്ഛനിലേക്കുള്ള മാറ്റം, അതായത് നാടുവാഴുത്ത കാലത്തെ മാതൃദായത്തിലോ അല്ലെങ്കിൽ അമ്മാവന്റെ അധികാരത്തിലോ കേന്ദ്രീകൃതമായ ഒരു ഘടനയിൽ നിന്ന് അച്ഛനും ഭാര്യയും ഭർത്താവും മക്കളും എന്ന ഒരു തരത്തിൽ പുരുഷാധികാരപരമായ പുതിയ അണുകുടുംബത്തിലേക്കുള്ള മാറ്റത്തിന്റെ ചിത്രപരമായ ഒരു അടയാളമായിട്ട് അതിനെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഹിയർ കംസ് പപ്പ. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾ അച്ഛനെ കാണില്ല.
അച്ഛൻ വരുന്നേ ഉള്ളൂ. ചരിത്രത്തിൽ നിന്ന് മൂപ്പര് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ക്യാൻവാസിൽ എത്തിയിട്ടില്ല, ക്യാൻവാസിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ക്യാൻവാസിൽ ചിത്രത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് ചൂണ്ടിയ ഒരു വിരലുണ്ട്, അത് അച്ഛൻ വരുന്നു എന്നാണ്. അപ്പൊ അവിടെ ഗുർറക്ക പോലെയോ അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങളിൽ പലതിലും കാണുന്നത് പോലെയോ പുറത്തെ സാമൂഹിക പ്രശ്നത്തെ ചിത്രപ്രതലത്തിലേക്ക് അതേ വഴി കൊണ്ടുവരികയല്ല, മറിച്ച് സൂചനാപരമായി ധ്വന്യാത്മകമായി ചിത്രത്തിന്റെ പ്രമേയത്തിൽ കടന്നു വരുന്നതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു രീതി. ഇങ്ങനെ രണ്ട് തലങ്ങളിൽ പ്രമേയപരമായി ചരിത്രവും ചിത്രവും തമ്മിലുള്ള വിനിമയങ്ങൾ നടക്കാം. ഇതൊരു സാധ്യതയാണ്. ഇത് രണ്ടും പക്ഷേ സാമൂഹ്യ ചരിത്രം, സംസ്കാര ചരിത്രം എന്ന് പറയുന്നത് ചിത്രത്തിന്റെ പ്രമേയത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. കൂടുതൽ ആഴത്തിൽ ചരിത്രം ചിത്രത്തിൽ ഇടപെടുന്നത് എനിക്ക് തോന്നുന്നത് ചിത്രത്തിന്റെ രൂപതലത്തിലാണ്. നമ്മൾ പൊതുവെ അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഈ ഫോം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളൊരു കലയുടെ സോഷ്യൽ ഹിസ്റ്ററിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തീമാറ്റിക്കലി കല എന്തു പറയുന്നു എന്നതിനേക്കാളൊക്കെ ആഴത്തിൽ ആലോചിക്കേണ്ടത് അതിൻ്റെ രൂപ സംവിധാനത്തിൽ ചരിത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു. ഫോം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ എംബോഡിമെന്റ് ആണ്. ചരിത്രപരമായ ഒരു മൂർത്തതയുടെ പേരാണ് രൂപം. അത് പ്രമേയപരമായിട്ടൊന്നും പറയില്ല, പക്ഷേ അത് ചരിത്രത്തെ ആഴത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കലയുടെ ചരിത്രമൂല്യം എന്ന് പറയുന്നത് പ്രമേയപരമായി തീമാറ്റിക്കായി അത് പറയുന്നതിൽ തുടങ്ങുന്നതോ അവിടെ അവസാനിക്കുന്നതോ അല്ല. തീമാറ്റിക്കായി പറയുന്നു എന്നുള്ളതൊരു കുറ്റമൊന്നുമല്ല, പക്ഷെ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഒരു കലാവസ്തുവിന് ചരിത്രമില്ല എന്നോ ചരിത്രപരമായ ഉള്ളടക്കമില്ല എന്നോ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ചിത്രകലയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കലയുടെ രൂപ സംവിധാനത്തിലാണ് കല നിൽക്കുന്നത്, അല്ലാതെ അത് പറയുന്നതിൽ മാത്രമല്ല. ഈ രൂപാന്തലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഞാൻ അതിന് പ്രധാനപ്പെട്ട 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ 19-ാം നൂറ്റാണ്ട് അവസാനം ചിത്രകലയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു പരിവർത്തനമാണല്ലോ. നിങ്ങൾ കലാചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അറിയുന്ന ഒരു കാര്യമാണ് ഇംപ്രഷനിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഇംപ്രഷനിസ്റ്റുകൾ ക്ലോദ് മൊനെ, മാനെ, കാമിൽ പിസാറോ, സെസാൻ എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ചിത്രകാരന്മാർ വരികയും അവർ അക്കാലം വരെ വരച്ച രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ ഇംപ്രഷനിസ്റ്റ് കലയിൽ കണ്ടത്. ഒന്ന്, ചിത്രത്തിനൊരു ഔട്ട്ലൈൻ ഇല്ലാണ്ടായി. ചിത്രത്തിന് സുനിശ്ചിതമായ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് രൂപത്തെ കൃത്യമായ ഒരു അതിർത്തിക്കുള്ളിൽ നിർത്തി അതിർത്തിക്കകത്ത് വസ്തുപ്രത്യക്ഷത്തെ വരച്ച് ചേർക്കുക എന്ന മട്ടിലുള്ള ചിത്രരചനാ രീതി മാറ്റി. ഔട്ട്ലൈനുകൾ ഇല്ലാണ്ടായി. 2, ചായത്തേപ്പ് വഴി വസ്തുവിന്റെ ഒരു പ്രത്യക്ഷ സ്വഭാവത്തെ ചിത്രം ആവിഷ്കരിക്കുന്നതിന് പകരം ചായത്തേപ്പാണ് എന്ന അവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വസ്തു പ്രതീതിയെ ദൂരത്തിൽ നിന്ന് തോന്നിപ്പിക്കുക. ഇപ്പൊ ഒരു മരം വരയ്ക്കുമ്പോ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു മരമാണ് എന്ന് തോന്നും. അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രഷ് ഓടിയ പാട് കാണും, ചിലയിടത്ത് ചായം കട്ട കൂടിയിരിക്കുന്നത് കാണും, ചിലപ്പോൾ ബ്രഷിന്റെ നാരുകൾ കാണും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു പ്രതീതിയേ ഉള്ളൂ, അല്ലാതെ റിയലിസ്റ്റിക് റെൻഡറിങ് ആയി ഒന്നുമില്ല. വസ്തുരൂപത്തെ അതേപടി പകർത്തി കാണിക്കുന്നൊന്നുമില്ല. ദൂരെ നോക്കിയ ഒരു മരമാണെന്ന് തോന്നും, അടുത്ത് ചെന്നാൽ മരമൊന്നുമില്ല. അടുത്ത് ചെന്നാൽ കുറച്ച് ചായക്കട്ടകളും ബ്രഷ് ഓടിയ പാടും ഒക്കെ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ രണ്ട് മാറ്റങ്ങളെ വെച്ചിട്ട് കലാചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിരൂപകൻ ആർണോൾഡ് ഹൗസർ എന്ന് പറയുന്ന ഒരു കലാചിന്തകൻ, അദ്ദേഹം സോഷ്യൽ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ആർട്ട് എന്ന് പറയുന്ന പടിഞ്ഞാറൻ ചിത്രകലയുടെ സാമൂഹ്യ ചരിത്രം വളരെ വിപുലമായിട്ട് എഴുതിയ ഒരാളാണ്. അപ്പൊ അയാൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മൂപ്പര് പറയുന്നത് യാഥാർത്ഥ്യം വളരെ ഭദ്രവും ദൃഢവും ആണ് എന്ന ഒരു കാഴ്ചപ്പാടിന് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇളക്കം തട്ടി തുടങ്ങുകയും യാഥാർത്ഥ്യത്തിന്റെ ഭദ്രതയെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ
പതിയെ പതിയെ ഒലയുകയും ചെയ്യുന്ന ഒരു ഘട്ടം. മോഡേണിസം എന്ന് കലാചരിത്രത്തിൽ നമ്മൾ പറയുന്ന അതിനെയാണ്. ഉറച്ചു നിൽക്കുന്ന ലോകങ്ങളൊക്കെ പതിയെ പതിയെ ഇളകുന്നു. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ലോകങ്ങൾ ഇളകി തുടങ്ങുകയും ഈ ഇളക്കം, അടിയിളക്കം എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവ ലോകമായിട്ട് മാറുകയും ചെയ്യും. അത് പല രൂപത്തിൽ നമ്മുടെ സാമൂഹ്യ ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിന് ഏറ്റവും കാവ്യാത്മകമായി സംഗ്രഹിച്ചത് കവികളൊന്നുമല്ല, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അയാളുടെ പേര് കാൾ മാർക്സ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞാലും മതി. മാർക്സ് ഈ മാറ്റത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വളരെ പോയറ്റിക് ആയ ഒരു മെറ്റഫറിൽ സമ്മപ്പ് ചെയ്യുന്നുണ്ട്. മാർക്സ് എഴുതിയത് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു. മൂലധനത്തിന്റെ ഈ സമ്മർദ്ദം വ്യവസ്ഥയുടെ കെട്ടുപൊട്ടിക്കുകയും അതുവരെ ഉറച്ചു നിന്നതൊക്കെ അടിയിളകി തുടങ്ങുകയും ഖരമായതൊക്കെ ആവിയായി മാറുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് 1848 തന്നെ മാർക്സ് എഴുതുന്നുണ്ട്. ഇതിനു ശേഷമാണ് കേട്ടോ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് WBH എഴുതിയത്. ഇതിന് ശേഷമാണ് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് TS എലിയറ്റ് എഴുതുന്നത്. സിഗ്മണ്ട് ബൗമൻ എന്ന് പറയുന്ന സോഷ്യൽ സയന്റിസ്റ്റ് മാർക്സിന്റെ ഈ മെറ്റഫറിനെ കുറിച്ച് പറയുന്നത് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന മോഡേണിസത്തിന്റെ എല്ലാ ആദർശങ്ങളെയും ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ച ഒരു പ്രയോഗമാണത്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ആവിയായിത്തീരുന്നു. അത് കേരളത്തിൽ ആ ആവിയായിത്തീരുന്ന പ്രക്രിയ ആദ്യം ആവിഷ്കരിച്ച ആളുകളിൽ ഒരാൾ ചങ്ങമ്പുഴയാണ്. നമ്മൾ മോഡേണിസ്റ്റ് ആണെന്ന് മൂപ്പരെ കരുതുന്നില്ല. പക്ഷെ ചങ്ങമ്പുഴയിൽ ഈ പ്രശ്നമുണ്ട്. ചങ്ങമ്പുഴയുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ചങ്ങമ്പുഴയ്ക്ക് ഒരിടത്തും നിൽക്കാൻ പറ്റില്ലായിരുന്നു. ചങ്ങമ്പുഴ ഒരു സ്ഥലത്ത് നിന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് അതിനെതിരെ മൂപ്പര് തന്നെ ലേഖനം എഴുതും, കവിത എഴുതും. അല്ലാതെ മൂപ്പർക്കെതിരെ കവിത എഴുതാൻ വേറെ ആരെങ്കിലും വരേണ്ട കാര്യമില്ല. പുള്ളി തന്നെ എഴുതും. എല്ലാ അറ്റത്തേക്കും മൂപ്പര് തന്നെ സഞ്ചരിക്കും. എല്ലാ വൈരുദ്ധ്യങ്ങളെയും സ്വയം ഏറ്റുവാങ്ങും. എന്നിട്ട് അതിന്റെ നടുവിൽ ഇങ്ങനെ വെന്ത് നീറി നിൽക്കും, കാലുവെന്ത നായയെ പോലെ, ഒരിടത്തും കാലുറപ്പിക്കാനാവാതെ. അങ്ങനെ ഒരു കാലത്തിന്റെ മുഴുവൻ വൈരുദ്ധ്യങ്ങളെയും ഒരു കവി സ്വന്തം കവിതയിലും സ്വന്തം ജീവിതത്തിലും സന്നിവേശിപ്പിച്ചതിന് കേരളത്തിലുള്ള വലിയ തെളിവുകളിലൊന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആ ഇളക്കം ആദ്യം തുടങ്ങുന്നുണ്ട് 19-ാം നൂറ്റാണ്ടിൽ. അത് ഒരുപക്ഷെ കലയിൽ ആദ്യം തെളിഞ്ഞ സ്ഥാനങ്ങളിലൊന്ന് ചിത്രകലയിലായിരുന്നു. ഇംപ്രഷനിസ്റ്റ് കലയുടെ രൂപ സംവിധാനത്തിൽ ഉറച്ച രൂപങ്ങളെയൊക്കെ ഇളക്കിക്കൊണ്ടും ഭദ്രമായ യാഥാർത്ഥ്യങ്ങളെ ഒരു ഏകദേശ പ്രതീതികളാക്കി മാറ്റിക്കൊണ്ടും യാഥാർത്ഥ്യത്തിന്റെ ഉറപ്പിനെ കുറിച്ചുള്ള ഒരു തലത്തെ അത് മാറ്റുകയുണ്ടായി എന്ന് പറയും. ഈ മാറ്റം ചെറുതല്ല. കാരണം പുറത്ത് ലോകം ഇളകി മറിയുമ്പോൾ, പുറത്ത് വലിയ സമരം നടക്കുന്നു, ഭരണകൂടങ്ങൾ അട്ടിമറിയുന്നു. 1871 പാരീസ് കമ്മ്യൂൺ വരുന്നു. 48 വലിയ കലാപങ്ങൾ ഉയർന്നു വരുന്നു. യൂറോപ്പ് ആകമാനം പൊട്ടിത്തെറിക്കുന്ന നൂറ്റാണ്ടാണ്, ഒരു കാലമാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ 2-3 പതിറ്റാണ്ടുകൾ. ഈ പൊട്ടിത്തെറി ഒന്നും നിങ്ങൾക്ക് ഇംപ്രഷനിസ്റ്റ് കലയിൽ പ്രമേയമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഈ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന പുതിയ ലോകാനുഭവത്തെ ഇംപ്രഷനിസ്റ്റ് കലയുടെ ഭാഷ മറ്റൊരു നിലയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് അടിയിളകിയ രൂപങ്ങളാണ്, അടിയിളകിയ യാഥാർത്ഥ്യം, അടിയിളകിയ രൂപ സംവിധാനങ്ങളുടെ ഭാഷയായിട്ട് കലയിലേക്ക് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരുപാട് പറയാം. ഞാൻ അതിന്റെ ഓരോ ഉദാഹരണങ്ങളും എടുത്തിട്ട് പറയാനായിട്ട് മുതിരുന്നില്ല. ധാരാളം സമയം വേണം. നമുക്കിത് അവസാനിപ്പിക്കാനൊരു സമയം ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു പരിധമുള്ള എന്താന്ന് വെച്ച് ഞാൻ മരിച്ചാലും മരിച്ചില്ലെങ്കിൽ 5 മണിക്ക് ശവം എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോ ഇങ്ങനെ പ്രമേയപരമായി തീമാറ്റിക്കായി സോഷ്യൽ ഹിസ്റ്ററി കലയിൽ ഇല്ല എന്നതിന്റെ അർത്ഥം കല സോഷ്യോ ഹിസ്റ്റോറിക്കൽ അല്ല എന്നല്ല. മറിച്ച് സോഷ്യൽ ഹിസ്റ്ററി കലയിൽ ആഴത്തിൽ പതിയുന്നത്, തീമിനേക്കാൾ എത്രയോ ആഴത്തിൽ കലയിൽ അത് പതിയുന്നത് അത് അതിന്റെ ഫോമിലാണ്. ആ ഫോം ജനറലി നിങ്ങളോട് തീമാറ്റിക്കായി ചിലത് പറയും. ഇപ്പോ ഭാവഗാനങ്ങൾ, ലിറിക്കുകൾ, ഭാവഗാനങ്ങൾ എന്തുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും പ്രധാനമായത് എന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനും ഒറ്റക്കൊറ്റക്ക് ഓരോരോ ആളാണെന്നും
അവരുടെ എല്ലാ അനുഭവങ്ങൾക്കും മൂല്യമുണ്ട് എന്നും മനുഷ്യർ കരുതാൻ തുടങ്ങി. ആധുനികത മനുഷ്യരെ കുറിച്ചുള്ള സങ്കല്പത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: പറ്റത്തിൽ ഒരാൾ എന്നതിൽ നിന്ന് അത് ഒറ്റയ്ക്കൊരാളിലേക്ക് മാറി. പറ്റത്തിൽ ഒരാൾക്ക് പ്രത്യേകിച്ച് അനുഭവപരമായ പ്രത്യേകതയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പ്രകൃതമാണ്. ഒറ്റയ്ക്കൊരാളിൽ വരുമ്പോ അതല്ല, ഞാൻ മാത്രം. അതോടെ എൻ്റെ യുണീക്ക്നെസ് വന്നു. അങ്ങനെ വരുമ്പോ എൻ്റെ അനുഭവത്തിന്റെ ഒരു നേർത്ത ശകലത്തിനും നല്ല വിലയുണ്ട്. ആ വിലയാണ് ലിറിക്കുകൾ കൊണ്ടുവന്നത്. കാരണം ഒരു 15 വരിയില് എൻ്റെ വളരെ നേർത്ത, വളരെ സട്ടിലായ, പേലവെന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാണ് ഒരു പ്രശ്നം. തൊട്ടാ പൊട്ടിപ്പോകുന്ന പോലെ, ഒരു സോപ്പ് കുമിള പോലെ നിങ്ങളൊന്ന് കൈകൊണ്ട് തൊട്ടാൽ അങ്ങ് പൊടിഞ്ഞു പോകാവുന്ന അത്രയും മൃദുവായ ഒരു അനുഭവത്തിനും വിലയുണ്ട് എന്ന് വരുമ്പോ ഈ അനുഭവത്തെ ഏത് ഭാഷയിൽ, ഏത് രൂപത്തിൽ ആവിഷ്കരിക്കും? ഖണ്ഡകാവ്യം കൊണ്ടോ മഹാകാവ്യം കൊണ്ടോ ഒന്നും ഇതിനെ പിടിക്കാൻ പറ്റില്ല. മറിച്ച് അതിനെ പിടിക്കാനുള്ള ഒരു ഫോമിന്റെ പേരാണ് ലിറിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിറിക്ക് അതിനകത്ത് എഴുതപ്പെട്ട കവിതയിൽ എന്ത് പറയുന്നു എന്നല്ല, ലിറിക്കുകൾ എന്ന് പറയുന്ന ആ കാവ്യരൂപം മനുഷ്യന്റെ പുതിയ ഒരു പ്രകൃതത്തെ, ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക്, ഒറ്റയ്ക്കൊരാൾ എന്ന നിലയ്ക്കുള്ള മനുഷ്യന്റെ പുതിയ പദവിയെ, അങ്ങനെ ഒറ്റയ്ക്കൊരാളായി തീർന്ന മനുഷ്യരുടെ ഓരോ നേർത്ത അനുഭവവും വിലപിടിച്ചതാണ്, അനന്യമാണ് എന്ന പുതിയ ധാരണയെ ലിറിക്കുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതാണ് രൂപം എന്ന നിലയിൽ അതിന്റെ ചരിത്രം. ലിറിക്കിൽ എഴുതുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഖണ്ഡകാവ്യത്തിലോ മഹാകാവ്യത്തിലോ ഒന്നും ആവിഷ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫോം എന്ന് പറയുന്നത് സോഷ്യോ ഹിസ്റ്റോറിക്കൽ എംബോഡിമെന്റ് ആണ്. സാമൂഹ്യ ചരിത്രത്തിന്റെ ഒരു മൂർത്ത സ്ഥാനമാണ് രൂപം. ഈ രൂപത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി യുക്തിയുടെ നേർവരയ്ക്ക് അപ്പുറത്താണ് യാഥാർത്ഥ്യമെന്ന് വിശദീകരിക്കാൻ ക്യൂബിസ്റ്റുകള് പല പെർസ്പെക്റ്റീവുകളെ ഒരു ചിത്രപ്രതലത്തിൽ ചേർത്ത് വെക്കുകയും നാം കാണുന്ന യാഥാർത്ഥ്യത്തിന്റെ പ്രത്യക്ഷ രൂപം യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകന്നതാണ് എന്ന് നമ്മോട് പറയാൻ ശ്രമിക്കുകയും ചെയ്തു. ക്യൂബിസം ചെയ്തൊരു കാര്യം അതാണ്. ലീനിയാരിറ്റി, ലീനിയർ റേഷണാലിറ്റി എന്ന് പറയുന്നതിനെ പൊളിച്ചു കളയുക. യാഥാർത്ഥ്യം നമ്മുടെ ബോധത്തിൽ തെളിയുന്നതിനേക്കാൾ ആഴത്തിൽ അബോധത്തിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് എന്നതാണ് ഫ്രോയിഡ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട, ആധുനിക മനോവിജ്ഞാനം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച. ആ അബോധ യാഥാർത്ഥ്യം എന്നതിനെ കലയിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമായിട്ടാണ്, യുക്തിയുടെ നേർവരയിലല്ല യാഥാർത്ഥ്യം, അത് അബോധത്തിലാണ് എന്നതിലാണ് സർറിയലിസ്റ്റുകൾ ഒഴിഞ്ഞത്. സൽവദോർ ദാലിയെ പോലെ, ജോൺ മൊറോയെ പോലെ ഒക്കെയുള്ള ധാരാളം പേർ അവർ അബോധത്തിലേക്ക് സഞ്ചരിക്കുകയും യുക്തിയുടെ ക്രമങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യും. ഇങ്ങനെ സാമൂഹ്യമായി ഉണ്ടാകുന്ന പുതിയ ബോധ്യങ്ങൾക്ക് ചിത്രഭാഷ വരികയും ആ ചിത്രഭാഷ പ്രമേയതലത്തിൽ എന്നതിന് പകരം രൂപതലത്തിൽ പ്രധാനമാവുകയും ചെയ്യും. കേസരി മലയാളത്തിൽ പറഞ്ഞൊരു കൗതുകമുള്ള ഉദാഹരണം, ഞാനിത് കേസരി എന്ന് ആവർത്തിച്ച് പറയുന്നു. ചിത്രകലയെ കുറിച്ച് വളരെ ഗൗരവത്തിൽ കേരളത്തിൽ ആലോചിച്ച ഒരുപക്ഷെ ആദ്യത്തെ ഏറ്റവും പ്രാമാണികനായ, എക്കാലത്തെയും വലിയ ചിന്തകന്മാരിൽ ഒരാൾ കേസരിയാണ്. കേസരി നമ്മുടെ അബ്സ്ട്രാക്ട് ചിത്രകാരന്മാരിൽ ഒരാളായിട്ടുള്ള സെവറിനിയുടെ ചിത്രങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. സെവറിനി വളരെ അബ്സ്ട്രാക്റ്റ് ആയ ഫോം, സമൂർത്തമായ രൂപങ്ങൾ ഇങ്ങനെ തമ്മിൽ ഇണക്കി നിർത്തിയിട്ടൊക്കെ വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, രൂപങ്ങൾക്കുള്ളിലെ ഒരു താളപ്പൊരുത്തത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്, രൂപങ്ങൾക്കുള്ളിലെ ഒരു ചലനത്തെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സെവറിനി അതേക്കുറിച്ച് പറയുന്നുണ്ട്. കേസരി പക്ഷെ രസമായിട്ട് പറയുന്ന ഒരു കാര്യം, സെവറിനി ആ പറഞ്ഞതിലേക്ക് അപ്പുറം സെവറിനിയുടെ ചിത്രം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു മെറ്റഫറാണ്. സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിന്റെ ഊർജത്തെ വരയ്ക്കാനാണ് സെവറിനി ശ്രമിച്ചത്. നോക്കൂ, ഓടുന്ന കാർ നിങ്ങൾക്ക് വരയ്ക്കാം, നിൽക്കുന്ന കാറും വരയ്ക്കാം. മറിച്ച് സ്റ്റാർട്ടാക്കി നിർത്തിയ കാറിന്റെ ആ ഊർജം ഉണ്ടല്ലോ, ആ ഊർജത്തെ വരയ്ക്കാൻ ശ്രമിച്ചാൽ എന്താവും? ഇത് യന്ത്രകല, യന്ത്രം വികസിച്ചു വരുമ്പോ, യന്ത്രം പുതിയൊരു ഭാഷ, അനുഭവ മണ്ഡലം സൃഷ്ടിക്കുമ്പോ, ഈ അനുഭവ മണ്ഡലത്തെ കല രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ചിത്രഭാഷ മാറുന്നു. അതായത് സെവറിനിയുടെ ചിത്രങ്ങൾ തീമാറ്റിക്കലി സോഷ്യൽ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. തീമാറ്റിക്കലി അത് നമ്മോട് സൊസൈറ്റിയെ കുറിച്ചോ സാമൂഹ്യ ചരിത്രത്തെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷേ യന്ത്രനാഗരികത മനുഷ്യാനുഭവത്തിൽ ഉണ്ടാക്കുന്ന വലിയ ചില മാറ്റങ്ങളെ അത് രൂപപരമായി രേഖപ്പെടുത്തുന്നു എന്നതാണ് ഈ കേസരി സൂചിപ്പിക്കാൻ ശ്രമിച്ചത്.
ഇങ്ങനെ ചെയ്യാം. അപ്പൊ സെവർണിയുടെ ചിത്രത്തിൽ സോഷ്യൽ ഹിസ്റ്ററി ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ അയാൾ സോഷ്യൽ ഹിസ്റ്ററിയെ കലയിലെ പ്രമേയമായിട്ടും പ്രതിവാദ്യമായിട്ടും കാണുന്നു, രൂപമായിട്ട് കാണുന്നില്ല. ഫ്രെഡറിക് ജെയിംസൺ പറയുന്നുണ്ട്, ഫോം എന്ന് പറയുന്നത് എന്താണ്? അത് ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ് രൂപം എന്നതാണ്. സെഡിമെന്റഡ് കണ്ടന്റ് എന്ന് അദ്ദേഹം പറയുന്നു, ഊറിക്കൂടി നിൽക്കുന്ന രൂപമാണ്. അതുകൊണ്ട് കലയെ സംബന്ധിച്ച് സൂക്ഷ്മമായി നിങ്ങൾക്ക് കലയുടെ ചരിത്രത്തെ മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കല എന്തു പറയുന്നു എന്നതോടൊപ്പം തന്നെ എങ്ങനെയാണത് പറയുന്നത്, അതിന്റെ രൂപസംവിധാനപരമായ തലം എന്താണ് എന്ന് നോക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ചിത്രകലയിൽ പ്രത്യക്ഷപ്പെട്ട വലിയൊരു പ്രവണതയായിരുന്നു ബംഗാൾ സ്കൂൾ എന്ന് പറയുന്നു. കമ്പനി സ്കൂൾ ചിത്രകാരന്മാർക്കെതിരെയും, കമ്പനി സ്കൂൾ ചിത്രകാരന്മാർ ഞാൻ പറഞ്ഞല്ലോ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകർത്താക്കളോടൊപ്പം ഇവിടെ വന്ന് ഈ നാടിന്റെ പല പല ദൃശ്യങ്ങളൊക്കെ വരച്ച് യൂറോപ്പിൽ വിറ്റ് പണമുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ അതിന്റെ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്ത ആളുകളാണ് കമ്പനി സ്കൂൾ ചിത്രകാരന്മാർ. വലിയ ചിത്രകാരന്മാരൊക്കെ ഉണ്ട് കേട്ടോ, വില്യം ഹോഡ്ജ് എന്ന് പറഞ്ഞിട്ട്, ഡാനിയൽ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പേരുണ്ട്. അവർ മനോഹരമായിട്ട് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ ചിത്രമൊക്കെ അവർ വരച്ചിട്ടുണ്ട്. കൽക്കട്ടയിലെ നമ്മുടെ വിക്ടോറിയയില് മെമ്മോറിയലില് തിരുവനന്തപുരത്തിന്റെ ചിത്രം ഹോഡ്ജോ മറ്റോ വരച്ചത് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ധാരാളം ചിത്രങ്ങൾ. പക്ഷെ അവര് പൊതുവെ സ്വീകരിച്ചത് പാശ്ചാത്യമായ ഒരു രചനാ രീതിയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട്, അവരുടെ സമ്പ്രദായത്തെയാണ് രവിവർമ്മയെ പോലുള്ള ചിത്രകാരന്മാര് അംഗീകരിച്ചത് എന്ന് വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിലെ തദ്ദേശീയ കല എന്ന പേരിൽ ഒരു കലാസമ്പ്രദായത്തെ വികസിപ്പിക്കാനാണ് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബംഗാൾ സ്കൂൾ ചിത്രകാരന്മാർ ശ്രമിക്കുന്നത്. ബംഗാൾ സ്കൂൾ ചിത്രകലയെ രൂപപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട 3 പേര്, ഒന്ന് അവനീന്ദ്രനാഥ ടാഗോർ, മറ്റൊന്ന് ഇ.ബി. ഹാവേല് എന്ന് പറയുന്ന ഒരാള്, മൂന്നാമതൊരാള് അനന്തകുമാരസ്വാമി എന്ന് പറയുന്നത്. അനന്തകുമാരസ്വാമി ശ്രീലങ്കക്കാരനാണ്, ഹാവേല് യൂറോപ്യനാണ്, അവനീന്ദ്രനാഥൻ ബംഗാളിയാണ്. പിന്നെ ഒരാളെ കുറിച്ച് കൂടി പറയാവുന്നത് ഒക്കാക്കുറ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ചിത്രകാരൻ. ഇവര് 4 പേരും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു പ്രത്യേകതരം സമ്പ്രദായമാണ്. അതില് ഭാരതീയത എന്ന് പറയുന്നതിനെ അവർ കണ്ടെത്തിയ വഴി നോക്കിയാൽ, ഒന്ന് അജന്തയുടെ ചിത്രപാരമ്പര്യത്തെ എടുക്കുന്നു. അജന്തയിലെ ചിത്രങ്ങളിൽ കാണുന്ന രേഖാ സമ്പ്രദായങ്ങളെ ഇന്ത്യൻ ചിത്രത്തിന്റെ ഒരു രേഖാരീതിയായുടെ അടിസ്ഥാനമായിട്ട് എടുക്കുകയും ഇന്ത്യയിലെ ചിത്രകല എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ധ്യാനാത്മകമാണ് എന്ന് വരുത്തുകയും ചെയ്യും. കണ്ടംപ്ലേറ്റീവാണ്, അല്ലാതെ റിയലിസ്റ്റിക്കോ റെപ്രസെന്റേറ്റീവോ അല്ല, ധ്യാനാത്മകതയാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് വസ്തുവല്ല, വസ്തുവിനെ കുറിച്ചുള്ള ഒരു ധ്യാനാത്മക ദൃശ്യമാണ്. അതുകൊണ്ട് ഒരു ധ്യാനത്തിന്റെ, സന്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാന്വേഷണത്തിന്റെ, അപരലോകത്തിലേക്കുള്ള നമ്മുടെ ഒരു ആയലിന്റെ കലയായിട്ടാണ് ഇന്ത്യയിൽ ചിത്രകല വന്നത് എന്ന ഒരു നിലയിലാണ് ഇതിനെ ബംഗാൾ സ്കൂൾ അവതരിപ്പിച്ചത്. ബംഗാൾ സ്കൂളിൽ ഒരുപാട് ചിത്രകാരന്മാരുണ്ടായിരുന്നു. അവനീന്ദ്രനാഥനുണ്ട്, പിന്നെ അസിദ് ഹൽദാർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർ അവർ വരയ്ക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് ഇന്ത്യൻ കലയുടെ ഒരു അടയാളം തന്നെയായിട്ട് മാറുകയും ചെയ്തു, തദ്ദേശീയതയുടെ. അതിലെ കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തദ്ദേശീയ കലയെ നിർവചിച്ച 3 പേരും ഇന്ത്യക്കാരായിരുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ശ്രീലങ്കക്കാരനായ ആനന്ദകുമാരസ്വാമിയാണ്. മൂപ്പരാണ് നമ്മുടെ ശിവനെ കുറിച്ച് വലിയ പുസ്തകം എഴുതിയത്, ഡാൻസ് ഓഫ് ശിവ എന്ന് പറഞ്ഞിട്ട് നടരാജനെ കുറിച്ചൊരു പുസ്തകമൊക്കെ മൂപ്പര് എഴുതി, ആനന്ദകുമാരസ്വാമി. പിന്നെ ഇ.ബി. ഹാവേൽ എന്ന് പറഞ്ഞിട്ട് കൽക്കട്ടയിലെ മറ്റേ ചിത്രകലാ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായി മാറിയ ഹാവേല്. പിന്നെ ഞാനീ പറഞ്ഞ ജാപ്പനീസ് ചിത്രകാരനായിട്ടുള്ള ഒക്കാക്കുറ. ഇതിനെയൊക്കെ സംയോജിപ്പിച്ച് ഒരു ചിത്രഭാഷ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾ അവനീന്ദ്രനാഥൻ. അവനീന്ദ്രനാഥൻ 2 തരത്തിലുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. ഒന്ന് വാഷ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് ഈ എണ്ണച്ചായവും ക്യാൻവാസും ഒന്നും അല്ല, കടലാസില് ജലച്ചായത്തിൽ വരയ്ക്കുക, വെള്ളത്തിൽ പതിയം നനച്ചെടുക്കുക, ഉണക്കിയെടുക്കുക, അതിൻ്റെ മുകളിൽ വീണ്ടും വരയ്ക്കുക, ഉണക്കിയെടുക്കുക. അങ്ങനെ എണ്ണച്ചായത്തിന്റെ സങ്കേതത്തിന് പകരം തദ്ദേശീയമായ ഒരു രചനാ സങ്കേതത്തെ വികസിപ്പിച്ചെടുക്കും. ഒപ്പം തന്നെ രേഖാ സമ്പ്രദായത്തിൽ അജന്തയുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു വഴി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ്
ഈ ബംഗാൾ സ്കൂള് വികസിപ്പിച്ചു വരും. ബംഗാൾ സ്കൂളിന്റെ വഴിയിലാണ് കുറച്ചൊരു കാലം, ഒരു 2 പതിറ്റാണ്ടെങ്കിലും ഇന്ത്യൻ ചിത്രകല ദേശീയ ചിത്രകല എന്നുള്ള പരിവേഷത്തിൽ നിന്നത്. അതിന്റെ കെട്ടുപൊട്ടുന്നതിന് കാരണമായത് 2 ചിത്രകാരന്മാരാണ്. അതിലൊന്ന് നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസ് ഈ അവനീന്ദ്രനും മറ്റും പറയുന്നത് തന്നെയാണോ അജന്ത എന്ന് ആരായുകയും അദ്ദേഹം അജന്തയിൽ പോയിട്ട് അതൊക്കെ കാണുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹത്തെ 1936 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ ക്രാഫ്റ്റ് ആൻഡ് എക്സിബിഷന്റെ ചുമതലക്കാരനായിട്ട് ഗാന്ധി നിയോഗിക്കുന്നു. 37 ഫൈസ്പൂർ സമ്മേളനത്തിൽ അദ്ദേഹം പോകുന്നു. 38 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിന്റെ പോസ്റ്ററുകൾ പൂർണ്ണമായിട്ട് വരയ്ക്കുന്നത് നന്ദലാൽ ബോസ്. ഈ പോസ്റ്ററുകൾ വരയ്ക്കാൻ വേണ്ടി ഗാന്ധി പറഞ്ഞൊരു കാര്യം, നാട്ടിലുള്ള മനുഷ്യരായിരിക്കണം കലയിൽ വേണ്ടത്. അപ്പൊ അദ്ദേഹം ബംഗാൾ സ്കൂളിലെ ചിത്രത്തിലേക്ക് നോക്കിയപ്പോ നാട്ടിലുള്ള ഒറ്റയാളെയും കാണാൻ പറ്റുന്നില്ല. KG സുബ്രഹ്മണ്യം പിന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അവനീന്ദ്രനാഥൻ തന്റെ 2ഓ 3ഓ നിലയുള്ള കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ ഇരുന്ന് താഴേക്ക് നോക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് അവനീന്ദ്രനാഥൻ കണ്ടത് ഈ മെലിഞ്ഞിരിക്കുന്ന ശരീരമൊക്കെ എന്താ പറയാ, ഇന്ത്യൻ രൂപനിർമ്മാണത്തിന്റെ സവിശേഷതയായിട്ടാണ് അവനീന്ദ്രനാഥന് തോന്നിയത്. വാസ്തവത്തിൽ പട്ടിണിയായിരുന്നു. അത് പട്ടിണിയായിരുന്നു എന്ന് പിന്നെ വരച്ച ഒരാള് ചിത്തപ്രസാദാണ്. അതുകൊണ്ട് നിങ്ങൾ ഐഡിയലൈസ് ചെയ്ത സൗന്ദര്യം വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിന്റെ വലിയ ഡിസ്റ്റോർഷൻസ് ആണ് എന്ന് തോന്നുകയും, അവനീന്ദ്രനാഥ് ഉണ്ടാക്കിയ പാരമ്പര്യമല്ല ഇന്ത്യൻ ചിത്രകലയുടെ പാരമ്പര്യം, ആധുനികതയുടെ പാരമ്പര്യം, ദേശീയതയുടെ പാരമ്പര്യം എന്ന് കാണുകയും അതിന് വേറൊരു വഴി നന്ദലാൽ ബോസ് തുറക്കുകയും ചെയ്തു. ഇതുപോലെ വഴിമാറിയ ഒരാള്, രൂപത്തിൽ വഴിമാറിയ ഒരാളായിരുന്നു ജാമിനി റായ്. ജാമിനി റായ് വളരെ സ്റ്റൈലിസ്റ്റിക്കായി ശൈലീകൃതമായ രൂപത്തിലൊക്കെ വരച്ചു തുടങ്ങുകയും അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധങ്ങളായ പല ചിത്രങ്ങളും വളരെ ശൈലീകൃതമായ അന്നത്തെ രചനാരീതികളായി നിന്ന് പ്രേരണ ഉൾക്കൊണ്ടതായി ഇരിക്കുകയും ഒരു ഘട്ടത്തിൽ ബംഗാൾ സ്കൂളുമായിട്ട് അദ്ദേഹം ഒരു കറസ്പോണ്ടൻസ് ഒക്കെ വെച്ച് വളർത്തുകയും ചെയ്തെങ്കിലും പിന്നീട് കാലിഘട്ടില് അവിടുത്തെ സാധാരണ മനുഷ്യര് ഒരു പരിശീലനം ഇല്ലാതെ വരയ്ക്കുന്ന വരകളെ പിന്തുടർന്ന് അദ്ദേഹം ഒരു രചനാരീതി വികസിപ്പിച്ചെടുക്കുകയും ചിത്രങ്ങൾക്ക് താഴെ സ്വന്തം നിലയ്ക്ക് ഒപ്പിടുന്ന പതിവ് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാളായിട്ട് ജാമിനി റായ്. ജാമിനി റായ് അവസാനം വരയ്ക്കുന്ന ചിത്രങ്ങളിലൊന്നും അദ്ദേഹം ഒപ്പിടുന്നില്ല. ഇത് ചെറിയ കാര്യമല്ല. കാരണം നിങ്ങളുടെ വര എന്ന് പറയുന്നത് നിങ്ങളായിട്ട് വരയ്ക്കുന്നതല്ല. നിങ്ങളുടെ വര എന്ന് പറയുന്നത് വരയുടെ ദീർഘചരിത്രത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഉടമാവകാശം എനിക്കല്ല. ഇത് വരയെക്കുറിച്ച്, കലയെക്കുറിച്ചുള്ള ആധുനികമായ ഉടമാവകാശത്തിനെതിരെയുള്ള ഇന്ത്യൻ കലയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇടഞ്ഞുനിൽപ്പാണ്. ഈ വഴിയിൽ പിന്നെ വികസിച്ചു വന്ന വലിയൊരു കലാകാരനായിരുന്നു രാംകിങ്കറിനെ പോലെയുള്ള ശില്പികൾ എന്ന് പറയുന്നത്. ശൈലീകൃതമായ രൂപഭംഗിക്ക് പകരം കലയെ അതിന്റെ പാരുഷ്യത്തിലേക്ക്, അതിന്റെ ഗ്രാമീണതയിലേക്ക്, അതിന്റെ റൂഡ് എന്ന് വിളിക്കാവുന്ന അതിന്റെ പരുക്കനായ പ്രതലത്തിലേക്ക് ഒക്കെ കൊണ്ടുവരികയും ടെക്സ്ചറുകളുടെ മിനുസത്തിൽ നിന്ന് ടെക്സ്ചറുകളുടെ പാരുഷ്യത്തിലേക്ക് രൂപ സംവിധാനത്തെ ആകെ മാറ്റുകയും ചെയ്തു. വാസ്തവത്തിൽ രാംകിങ്കറും ജാമിനി റായും നന്ദലാൽ ബോസും തുറന്ന വഴിയിലൂടെയാണ് നമ്മുടെ ആധുനികത, മൊഡേണിസം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. അവർ മൊഡേണിസത്തെ കൊണ്ടുവന്നത് നഗരങ്ങളെ വരച്ചിട്ടോ ആധുനികതയുടെ അസ്തിത്വ പ്രതിസന്ധിയെ വരച്ചിട്ടോ ഒന്നുമല്ല. അവർ കൊണ്ടുവന്നത് നിലനിന്ന ചിത്രങ്ങളുടെ രൂപഭാഷയെ പൊളിച്ചിട്ടാണ്. അതുകൊണ്ട് കലയിലെ വിപ്ലവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കല പുതിയത് ചിലത് പറയാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അർത്ഥം രൂപപരമായ വലിയ പൊളിച്ചെഴുത്തുകളിലേക്ക് അത് നീങ്ങുന്നു എന്നതാണ്. ഒരു രൂപ സംവിധാനം ഒരു സോഷ്യൽ മെസ്സേജ് കൂടിയാണ്. ഇപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജോൺ ബർജർ ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്, 17, 18 നൂറ്റാണ്ടുകളിൽ 18, 19 നൂറ്റാണ്ടുകളിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഭൂഭാഗ ചിത്രണം എന്ന് പറയുന്ന ഈ ചിത്രരചനാ രീതിക്ക് ഇത്ര വലിയ പ്രാധാന്യം കൈവരാൻ കാരണം. ബർജർ പറയുന്നത് പെട്ടെന്ന് മനുഷ്യർക്ക് പ്രകൃതിയോട് ഒരാകർഷണം തോന്നി എന്നത് മാത്രമല്ല, 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, പ്രകൃതിക്ക് മുകളിൽ ഉടമാവകാശം നേടിയ മനുഷ്യൻ എന്ന പുതിയ സങ്കല്പം എമർജ് ചെയ്തു വന്നു. പ്രകൃതിയുടെ ഭാഗമായി പ്രകൃതിക്കുള്ളിൽ നിൽക്കുന്ന താൻ എന്നതിൽ നിന്ന് മാറി പ്രകൃതിയെ തൻ്റെ നോട്ടത്തിന്റെ വിഷയമായി കാണുകയും അങ്ങനെ നോക്കുന്ന താനും
നോട്ടത്തിന് വിഷയമാകുന്ന പ്രകൃതിയും എന്ന ഒരു ബൈനറി, ഒരു വിപരീത ഗണം 18ഉം 19ഉം നൂറ്റാണ്ടുകളാവുമ്പോഴേക്കും ആധുനികതയുടെ ബൂർഷ്വാ ആധുനികതയുടെ രംഗപ്രവേശത്തോടെ വികസിച്ചു. നോക്കുന്ന ഞാനും നോട്ടത്തിന് വിധേയമാകുന്നത് പ്രകൃതിയും. അതുകൊണ്ട് പ്രകൃതിയെ ഞാൻ നോക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രകൃതി കാണാനായിട്ട് ഇടയ്ക്ക് കടപ്പുറത്ത് പോകുന്നത്, ഇടയ്ക്ക് കാട്ടിൽ പോകുന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നോക്കുമ്പോ കാണണമല്ലോ. വാസ്തവത്തിൽ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളും കൂടി ചേർന്നതാണ് എന്നതാണ് പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാവുന്ന ഏറ്റവും ശരിയായ കാര്യം. അതാണ് ഇപ്പൊ നമുക്ക് ഒട്ടും ഇല്ലാത്തത്. ഞാൻ കവികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം കേട്ടോ. മലയാളത്തിൽ ഇത് ആദ്യം പറഞ്ഞത് ഒരു സാമൂഹ്യ ചിന്തകനുമല്ല, നമ്മുടെ പഴയ ഒരു കവിയാണ്. അയാളുടെ പേര് എടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ്. എടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, പള്ളിക്കൂടത്തിലേക്ക് കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് അച്ഛൻ ആദ്യത്തെ ദിവസം കൊണ്ടുപോകുന്നു. സ്കൂളിൽ ചേർക്കാനായിട്ട് അച്ഛനും മകനും കൂടി, സ്കൂളിൽ 1-ാം ദിവസത്തേക്ക് അച്ഛനും മകനും കൂടി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളംകിളികൾ, ശ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിന്നെ കാത്ത് ദാ കിളി വന്നിരിപ്പുണ്ട്, കിളിയോടും യാത്ര പറയൂ, നിനക്ക് കിളിയുടെ വാക്കറിയാലോ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിങ്ങൾക്ക് തമ്മിൽ അറിയാം, ഭാഷ അറിയാം, അതുകൊണ്ട് ആ കിളിയോടും പറയൂ. അടുത്ത വരി, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. ഇതാണ് പഠിപ്പ്. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പാടെ പോയി കഴിഞ്ഞു നാനാ ജഗന്മനോരമ്യ ഭാഷ. അതുകൊണ്ട് പഠിച്ചു വരുമ്പോ നീ മനുഷ്യനായിത്തീരും, കിളി ജന്തുവായിത്തീരും. നിന്റെ വിഷയമാണ് കിളി, നിന്റെ ഒബ്ജക്റ്റ് ആണ് കിളിയെന്നും നീ സബ്ജക്റ്റ് ആണെന്നും നിനക്ക് തോന്നി തുടങ്ങും. ഇതാണ് പ്രകൃതി മനുഷ്യ വിഭജനം എന്ന് പറയുന്നത്. ആ കവിത അവസാനിക്കുമ്പോ കുറച്ചുകൂടി കഴിയുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കലർന്ന് കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. 50 കൊല്ലം മുമ്പ് ഒരുമിച്ചായിരുന്നു ഞാനും കിളിയും. ഇപ്പോ അത് ജന്തുവായി, ഞാൻ മനുഷ്യനായി. ഈ തിരിവുണ്ടല്ലോ, ഈ തിരിവ് ആധുനികതയിൽ സംഭവിച്ച സുപ്രധാന വിച്ഛേദമാണ്. ഈ വിച്ഛേദം 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഉറയ്ക്കുന്നതോടെയാണ് മാനുഷികമായ നോട്ടത്തിന്റെ വിഷയവസ്തു എന്ന നിലയിൽ പ്രകൃതി ചിത്രകലയിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെയാണ് ലാൻഡ്സ്കേപ്പുകൾ തെളിഞ്ഞു വരുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന വിശാല ഭൂഭാഗങ്ങൾ, ആ വിശാല ഭൂഭാഗങ്ങളുടെ ഭംഗി, അതിന്റെ വിദൂരത, അതെല്ലാം എൻ്റെ സൗന്ദര്യാനുഭവത്തിന്റെ ഒരു വിഷയവസ്തുവായി തീരുന്ന മട്ടിൽ ഞാൻ ആ നോട്ടത്തിന് ഇപ്പുറം നിൽക്കുന്ന ഒരാളെ, നോക്കുന്ന ആളെ. ഈ വിഭജനം വന്നു. അതുകൊണ്ട് ആധുനികത ഉണ്ടാക്കിയ സബ്ജക്ട് ഒബ്ജക്ട് ഡിവിഷൻ, ചിന്തിക്കുന്ന ഞാനും എൻ്റെ ചിന്തയ്ക്ക് വിഷയമായി തീരുന്ന വസ്തുലോകവും, നോക്കുന്ന ഞാനും എൻ്റെ നോട്ടത്തിന് വിഷയമായി തീരുന്ന പ്രകൃതിയും എന്ന വിഭജനം ചിത്രത്തിൽ പ്രവർത്തിച്ചത് ഒരു പുതിയ ജനുസായിട്ടാണ്. ആ ജനുസിന്റെ പേര് കൂടിയാണ് ലാൻഡ്സ്കേപ്പ്. അതുകൊണ്ട് ലാൻഡ്സ്കേപ്പിൽ ഒരു ചിത്രം കാണുമ്പോൾ ചിത്രം കാണുന്നു എന്ന് മാത്രമല്ല, മറിച്ച് നമ്മിൽ നിന്ന് അകന്നുപോയ ഒരു ലോകത്തെ നാം കാണാൻ തുടങ്ങുന്നു. നാം അല്ലാത്ത ഒന്നാണ് പ്രകൃതി എന്ന് നാം തന്നെ ധരിച്ചു തുടങ്ങുന്നു. ബർജർ അതിന്റെ കൂടെ ഒന്നുകൂടി പറയുന്നുണ്ട്, കാർഷിക മുതലാളിത്തം വികസിച്ചു വന്നതോടെ അതിഭീമമായ കൃഷിഭൂമികൾക്ക് മുകളിൽ ഉടമാവകാശം കൈവന്ന പുതിയ ബൂർഷ്വാസി, അഗ്രേറിയനായ മുതലാളിത്തം, കാർഷിക മുതലാളിത്തം, ആ കാർഷിക മുതലാളിത്തത്തിന്റെ ഉടമസ്ഥതാബോധം കൂടി ഈ ചിത്രത്തിലുണ്ട്. നിങ്ങൾ കോൺസ്റ്റബിളിന്റെ ചിത്രം നോക്കിയാല് ക്യാൻവാസിന്റെ ഒരറ്റത്ത് ഇയാളിങ്ങനെ നോക്കി നിൽക്കുന്ന ജന്മി ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ ലാൻഡ് ലോഡ് ഉണ്ടാവും. അപ്പുറത്ത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഈ പ്രകൃതിയെയും കാണാം. അങ്ങനെ നോക്കുന്ന ഞാനും എൻ്റെ ഉടമാവകാശത്തിലുള്ള എൻ്റെ നോട്ടത്തിന് വിഷയമായി തീരുന്ന പ്രകൃതിയും എന്ന ഒരു പുതിയ ദൃശ്യരംഗം രൂപപ്പെടുന്നു. ആ ചിത്രത്തിൽ കാർഷിക മുതലാളിത്തം ഉണ്ട് എന്ന് ആ ചിത്രം നമ്മളോട് പറയില്ല. പക്ഷെ കാർഷിക മുതലാളിത്തം ഉണ്ടാക്കിയ ഒരു ലോകബോധമാണ് ലാൻഡ്സ്കേപ്പിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു പ്രധാന അടിസ്ഥാനം എന്നാണ് ബർജർ നമ്മളോട് പറയുന്നത്. ഇതിന്റെ കുറച്ചുകൂടി കൗതുകമുള്ള ഒരു ഉദാഹരണം കൂടിയുണ്ട്. അത് ബർജർക്ക് ശേഷം ഇതേ രൂപത്തിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോയ, ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച് പഠനം മുമ്പോട്ട് കൊണ്ടുപോയ മറ്റൊരു കലാനിരൂപകനാണ് ജോൺ ബാരൽ എന്നു പേരായ ഒരു കലാനിരൂപകൻ. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ പേര് ദ ഡാർക്ക് സൈഡ് ഓഫ് ലാൻഡ്സ്കേപ്പ് എന്നാണ്. ഭൂഭാഗ ചിത്രങ്ങളുടെ ഇരുണ്ട പശ്ചാത്തലം, ഇരുണ്ട തലം. അദ്ദേഹം കോൺസ്റ്റബിളിന്റെയും മറ്റും ചിത്രങ്ങളെ, കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ധരിക്കരുത്, ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ്. പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് ധരിച്ചാൽ അപകടമൊന്നുമില്ല, ചിലപ്പോൾ മൂപ്പർക്ക് പോലീസും ആവാൻ പറ്റും. പണ്ട് ഞാനിങ്ങനെ പ്രസംഗിച്ച്
ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ആശാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൊച്ചു ചോദിച്ചു അതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ആശാനാണെന്ന് പറഞ്ഞു. പഴയ ഒരു ആശാനാണ്, ആണല്ലോ. അപ്പൊ ഈ കോൺസ്റ്റബിളിന്റെ ചിത്രങ്ങളെ കുറിച്ച് ജോൺ ബാരലിൽ രസമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വലിയ പാടങ്ങളൊക്കെ വരയ്ക്കുകയാണ്, വലിയ പ്രകൃതി ദൃശ്യമാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാടശേഖരങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നു, പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും. വിളഞ്ഞ പാടങ്ങൾ മഞ്ഞ നിറത്തില്, ഇത് പച്ച നിറത്തിൽ വരയ്ക്കുന്നു. അപ്പൊ ഇതിന്റെ ആദ്യ രൂപരേഖ തയ്യാറാക്കുമ്പോൾ ചിത്രത്തിന്റെ ഫോർഗ്രൗണ്ടിൽ ധാരാളം കർഷകരുണ്ട്, കർഷക തൊഴിലാളികൾ, കർഷകരല്ല പണിയെടുക്കുന്ന മനുഷ്യർ, കൊയ്യുന്നവരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഇതാണ് ചിത്രത്തിന്റെ ആദ്യത്തെ രൂപരേഖ. പക്ഷേ ചിത്രം പൂർത്തിയായപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർഗ്രൗണ്ടിൽ നിന്ന് തൊഴിലാളികളൊക്കെ പിന്നിലേക്ക് പോവുകയും ഇതിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ മാത്രമായിട്ട് ഇത് മാറുകയും ചെയ്യും. അതായത് മഞ്ഞ നിറത്തിൽ ചിത്രം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, വിളഞ്ഞ പാടാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഒരു പൊട്ടായിട്ട് പുറയില് ഒരു തൊഴിലാളിയെ കാണാം. പച്ച നിറത്തിലാണെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള ഒരു പൊട്ടായിട്ട് തൊഴിലാളി കാണുന്നു. അതായത് ചിത്രത്തിന്റെ ഫോർഗ്രൗണ്ടിൽ മുൻപ്രതലത്തിൽ പ്രാധാന്യത്തോടെ നിലനിന്നിരുന്ന ഒരു തൊഴിലാളി ചിത്രത്തിന്റെ പിന്നണിയിലേക്ക് നീങ്ങുകയും ചിത്രത്തിന്റെ വർണ്ണവിന്യാസത്തിനകത്തൊരു വ്യതിരേക ഘടകം, ഒരു കോൺട്രാസ്റ്റിംഗ് എലമെന്റ് മാത്രമായിട്ട് മാറുകയും ചെയ്യും. അതായത് ഒരു തൊഴിലാളി എന്ന് പറയുന്നത് ചിത്രത്തിനകത്ത് ഒരു വർണ്ണവ്യതിരേക ഘടകം മാത്രമായി തീരുകയും തൊഴിലാളിയുടെ സോഷ്യൽ ഏജൻസിയെ ഏതാണ്ട് ആ ചിത്രം റദ്ദാക്കുകയും ചെയ്യുന്നു. മറിച്ച് കൂർബെ ഒരു ചിത്രം വരയ്ക്കുന്നു, അതിന്റെ പേര് സ്റ്റോൺ ബ്രോക്കേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ചന്തയിൽ നിന്ന് മടങ്ങുന്നവരെന്നാണ്. ആ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഏതാണ്ട് ഈ കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഒരു ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് ഈ കെട്ടിടത്തിൽ മനുഷ്യപ്രകൃതത്തെക്കാൾ, മനുഷ്യ ശരീരത്തെക്കാൾ ഉയരമുള്ള പാറ പൊട്ടിക്കുന്ന മനുഷ്യരെ വരച്ചിട്ട്, പണ്ട് എന്താ പറയാ, ഇതിഹാസങ്ങളെയും ദൈവങ്ങളെയും മഹാപ്രതാപികളായ രാജാക്കന്മാരെയും വരച്ചതിനേക്കാൾ വലിപ്പത്തിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയെ വരച്ചിട്ടാണ് കൂർബെ പുതിയൊരു വിപ്ലവം ഉണ്ടാക്കിയത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. കൂർബെ വരച്ച പാറ പൊട്ടിക്കുന്നവരിൽ ഈ മനുഷ്യരെ കാണുമ്പോൾ അവര് ദൈവങ്ങളെക്കാൾ വലിപ്പത്തിൽ നിൽക്കുന്നു. ചന്തയിൽ നിന്ന് കഴുതപ്പുറത്ത് മടങ്ങുന്ന ഗ്രാമീണന് ഏത് അലക്സാണ്ടർ ചക്രവർത്തിക്കാളും വലിപ്പമുണ്ട്. ഇങ്ങനെ രൂപം മാറ്റിയിട്ട് ഒരുപക്ഷെ ചിത്രത്തിന്റെ പ്രതലത്തിലേക്ക് സമൂഹത്തെ വലിയ തോതിൽ സന്നിവേശിപ്പിക്കാനോ ചിത്രത്തിലെ രൂപ സംവിധാനത്തിലൂടെ ഒരു ഗ്രാമീണനായ കർഷകന്റെ സോഷ്യൽ ഏജൻസിയെ റദ്ദാക്കി കളയാനും പറ്റും. കൂർബെ ചെയ്തത് ഈ പെരുകി വന്ന രൂപം കൊണ്ട് ഉയർന്നു വരുന്ന പുതിയ തൊഴിലാളി വർഗത്തിന്റെ നിർവാഹക ശക്തിയെ, അവരുടെ ഏജൻസിയെ ചിത്രത്തിലേക്ക് അതിഭീമമായി സന്നിവേശിപ്പിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് ആ തൊഴിലാളിയുടെ ഏജൻസിയെ, കർഷക തൊഴിലാളിയുടെ ഏജൻസിയെ, കർഷകന്റെ ഏജൻസിയെ പിന്നിലേക്ക് തള്ളിയിട്ട് അത് വെറും ഒരു കോൺട്രാസ്റ്റിംഗ് ഫിഗർ മാത്രമായിട്ട് മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് കലയിൽ ചരിത്രം പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ കരുതുന്നത് പോലെ അത് പ്രത്യക്ഷമായി എന്തു പറയുന്നു എന്ന നിലയിൽ മാത്രമല്ല, അതിൻ്റെ രൂപ സംവിധാനങ്ങൾ വഴിയും ആണ്. അതുകൊണ്ട് കല ആത്യന്തികമായിട്ട് നമ്മോട് സമൂഹം മാറുന്നതിനെ കുറിച്ച്, ചരിത്രം മാറുന്നതിനെ കുറിച്ച്, ലോകബന്ധങ്ങൾ മാറുന്നതിനെ കുറിച്ച് പറയുകയും അതിലേക്ക് കടന്നു നിൽക്കുന്നത് വഴി നാം നിൽക്കുന്ന ലോകത്തിന്റെ അടിയിളകാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് കലയിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ഇളകിക്കൊണ്ടിരിക്കുക എന്നാണ്. ഇളകി മാറുന്നത് നല്ലതാണ് കേട്ടോ. ബസവേശ്വരൻ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഉറച്ചു നിന്നവൻ ഒലിച്ചു പോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു. അതുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി ചലിച്ചു നിൽക്കലാണ്. ഈ ചലിച്ചു നിൽക്കാൻ നിന്നിടത്ത് നിൽക്കാതെ, ഗാന്ധിയൊക്കെ അഭിപ്രായം എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. കാരണം യാഥാർത്ഥ്യത്തിന്റെ മുഖത്ത് നോക്കി സത്യം പറയാൻ ശ്രമിക്കുന്ന ആൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. വിജയമാഷ് പണ്ട് പറയേണ്ട 50 കൊല്ലമായിട്ട് ഒരാൾ ഒരേ അഭിപ്രായമാണ് പറയണമെങ്കിൽ അതിന് രണ്ടർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ മൂപ്പർക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാരെ പറ്റിക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഇതിനെ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നതിന് എന്തോ ഒരു മഹാകാര്യമാണ്. ഇത് ഞാൻ അവസരവാദത്തിനുള്ള ന്യായമായിട്ട് എടുക്കരുത് കേട്ടോ. ഇതിന്റെയൊക്കെ അപകടം അതാ. ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഗാന്ധി ആദ്യം ജാതി ശരിയാണെന്ന് കരുതിയ ആളാ. പിന്നെ ഗാന്ധി പറഞ്ഞു ജാതി ശരിയല്ല എന്ന്. രാഷ്ട്രീയത്തിൽ മതം അനിവാര്യമായിട്ട് വേണമെന്നാണ് ഗാന്ധി 1930 വരെ പറഞ്ഞത്. വായിച്ചാൽ നമ്മൾ കിടുങ്ങിപ്പോണ വാക്കുകളൊക്കെ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്നൊക്കെ മൂപ്പര് എത്ര എഴുതിയിട്ടുണ്ടെന്നറിയോ.
ആ ഗാന്ധി 1947 പറഞ്ഞു, ഒറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായാൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണ്ണമായി വേർപെടുത്തലായിരിക്കും. ഇതിനിടയിൽ 30 കൊല്ലം 20 കൊല്ലത്തെ അകലേ ഉള്ളൂ. 20 കൊല്ലം പോലും ഇല്ല, ഏതാണ്ട് ഒരു 15 കൊല്ലം. ബോധ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ മാറുക എന്നുള്ളത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, കല നമ്മളെ എന്ത് ചെയ്യുന്നു? കല നമ്മളെ ജീവിതാനുഭവങ്ങളുടെ സങ്കീർണതയിലേക്ക്, വൈരുദ്ധ്യങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും ഏകമാനമായി തീരുന്ന ഒരു ലോകത്തെ ബഹുവിധമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഫാഷിസ്റ്റുകൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് ലോകത്തെ ഏകമാനമാക്കാനാണ്. എല്ലാവരും ഒരേ വഴിക്ക്. ഇപ്പൊ ഒരു വാക്ക് ധാരാളം ഉണ്ടല്ലോ, ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ഭക്ഷണം, ഒരു ശീലം, ഒരു പ്രധാനമന്ത്രി. ഇപ്പൊ ഒരു വളമായിട്ടുണ്ട്. ശ്രദ്ധിച്ചെന്ന് പറഞ്ഞോളാം, വളത്തിലെല്ലാം ഭാരതം എന്നുള്ള പേര് വേണം എന്നിപ്പോ പറയുന്നുണ്ട്. അവസാനം വളം മാറിപ്പോകും കേട്ടോ. ഫോസ്ഫറസ് ഇടുന്നതിന് പകരം പൊട്ടാസ്യം ഇടുകയും ചെടി കരിഞ്ഞും പോകും. കരിഞ്ഞുപോയ ഒരു ചെടിയുടെ പേരാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ ഒരു ഏകമാനമായ ഒറ്റ പ്രകാരത്തിൽ നാം ലോകത്തെ മനസ്സിലാക്കാൻ ശീലിപ്പിക്കപ്പെടുമ്പോ ഈ ഒറ്റ പ്രകാരത്തിനുള്ളിൽ പല പ്രകാരങ്ങളെ പൊട്ടിത്തുറപ്പിക്കുന്ന ഒരു സംഗതിയുടെ പേരാണ് കല. ഏകമാനമായ ലോകത്തെ ബഹുവിധമാക്കി അത് മാറ്റും. ഒരൊറ്റ ഇലയിൽ അനേക കോടി ഇലകളെ കൊണ്ടുവരും. ഒരൊറ്റ സ്നേഹം എന്ന വാക്കിൽ സ്നേഹത്തിന്റെ അനന്ത ഭേദങ്ങളെ കൊണ്ടുവരും. ആകാശത്തിലേക്ക് അത് അനന്തമായ വ്യത്യസ്തതകളെ കൊണ്ടുവരും. ആകാശം എന്ന ഒറ്റ വാക്കേ നമുക്കുള്ളൂ എങ്കിൽ കവിതയിലെത്തുമ്പോ അത് പലതായി പടരുകയും നമ്മുടെ വലിയ കവികളിൽ ഒരാള് വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നഭസ്സേ നമസ്കാരം എന്നെഴുതുകയും ചെയ്യും. അതോടെ ആകാശം പല ആകാശങ്ങളാവും. ഒരാകാശമല്ല. കല ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, അത് പലതാക്കി മാറ്റും. ആ പലതിൽ നമ്മളുടെ ജീവിത ബോധ്യങ്ങൾ വലുതാവുകയും നമ്മളും വലുതാവുകയും ഒരുപക്ഷെ മനുഷ്യവംശ സാഹോദര്യം എന്ന വലിയ ആശയത്തിലേക്ക് അത് നമ്മെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും. ആ സാഹോദര്യ ഭാവനയാണ് ഒരുപക്ഷെ കലയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. അത് കലയ്ക്ക് കൈവരുന്നത് അത് ഉൾക്കൊണ്ടു നിൽക്കുന്ന ചരിത്രത്തിന്റെ ആഴമേറിയ ബലങ്ങൾ കൊണ്ടാണ്. അതിലേക്ക് കടന്നു നിൽക്കുന്നത് ഒരു നേരം പോക്കല്ല, ഒരു കേവല ആസ്വാദനമല്ല, മറിച്ച് അഗാധമായ ഒരു ധാർമ്മിക നൈതിക പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ നൈതിക പ്രവർത്തനത്തെ ആദരിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനത്തിന് കഴിയുന്നു എന്നതാണ് ഇതിന്റെ മഹിമ എന്ന് ഞാൻ കരുതുന്നു.